പട്ടണ ക്യാമ്പസിൽ ഈ വർഷം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകുന്നതാണ്. ശ്രീ നാരായണ നമ്പൂതിരി സാറിൻ്റെ ശാസ്ത്രീയ എണ്ണച്ചായ ചിത്രങ്ങളിലുള്ള ശാസ്ത്രീയ ടെക്നിക്കുകൾ, മെത്തേഡ്സുകൾ എന്നിവയെ പറ്റിയിട്ടുള്ള സെമിനാർ. ഇതിൽ ഇദ്ദേഹം മെയിനായിട്ടും വിഷയം അവതരിപ്പിക്കുന്നത് ശ്രീ രാജാരവിവർമ്മയുടെ സ്വകാര്യ ശേഖരത്തിലുള്ള ചിത്രങ്ങൾ അതിൻ്റെ മാതൃകയാക്കിക്കൊണ്ടാണ്. ഈ സെമിനാർ നമ്മളിവിടെ മിനിമം കുറഞ്ഞത് 25 പേര് സംബന്ധിക്കുന്നതോടൊപ്പം തന്നെ ലൈവായിട്ട് KCHR ഫേസ്ബുക്ക് വഴി ഇത് ഓൺലൈൻ ആയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സെമിനാറിലേക്ക് ഞാൻ ബഹുമാനപ്പെട്ട KCHR ചെയർപേഴ്സൺ ശ്രീ PK മൈക്കൽ തരൻ സാറിനെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെമിനാർ വിഷയം അവതരിപ്പിക്കുന്ന ശ്രീ നാരായണ നമ്പൂതിരി സാറിനെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സ്റ്റുഡൻസ്, പ്രധാനമായും UC കോളേജ് സ്റ്റുഡൻസ്, CHSലെ സ്റ്റുഡൻസ്, ഈ മേഖലയിൽ കൺസർവേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സാജു സാർ, അബു സാർ, മറ്റുള്ള എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് ഈ ടോക്ക് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗത്തിന് ശ്രീ PK മൈക്കൽ തരൻ സാറിനെ ക്ഷണിക്കുന്നു. സംസാരിച്ചാൽ മതി. ശ്രീ ശരചന്ദ്ര ബാബുവിന് എൻ്റെ സ്വാഗത പ്രസംഗത്തിന് നന്ദി. അതോടൊപ്പം ശ്രീ നാരായണൻ നമ്പൂതിരി സാറിനെ ഈ ക്ലാസ്സിലേക്ക്, ഇത് ശരിക്ക് നമ്മുടെ ഒരു ട്രെയിനിങ് ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത്. ആ രീതിയിലാണിത് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ശ്രീ നാരായണൻ നമ്പൂതിരിയെക്കുറിച്ച് വിശദമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നെനിക്ക് നന്നായി അറിയാം. ഈ രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള മലയാളികളിൽ ഒരാളാണ് ശ്രീ നാരായണൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ഇന്ത്യ മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നതാണ് നമുക്കറിയാം. പിന്നെ രാഷ്ട്രപതി ഭവനിലും വിക്ടോറിയ മ്യൂസിയത്തിലും തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരത്തിലുമൊക്കെ ഉള്ള ചിത്രശേഖരങ്ങളെ പഴയകാല പ്രൗഢിയോടുകൂടി പുനർജനിക്കാൻ സഹായിച്ചിട്ടുള്ള, അതിനെ ശാസ്ത്രീയമായി സഹായിച്ചിട്ടുള്ള ആളാണ് ശ്രീ നാരായണൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഇപ്പോഴും നമ്മുടെ സമൂഹം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമാണ്. മുസൂറിസ് ഹെറിറ്റേജ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഉള്ള ഒരു ലാബറട്ടറി തന്നെ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ നമുക്ക് ലഭ്യമായത് അങ്ങേയറ്റം സന്തോഷകരമായ ഒരു സന്ദർഭമാണ്. അദ്ദേഹം തയ്യാറായതിനും അദ്ദേഹത്തിൻ്റെ സമയം വിനിയോഗിക്കാൻ തയ്യാറായതിനും അദ്ദേഹത്തിന് പ്രത്യേകം ഞാൻ നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്. ശ്രീ നാരായണൻ നമ്പൂതിരിയുടെ പ്രവർത്തന മണ്ഡലത്തിൽ കാര്യമായ അറിവുള്ള ഒരാളല്ല ഞാനൊരു ചരിത്രകാരൻ മാത്രമാണ്. അപ്പോൾ ചരിത്രം പഠിക്കുന്നവരും പൈതൃക പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ഈ കൺസർവേഷനിൽ താല്പര്യമുണ്ടാകുക, കൺസർവേഷൻ എങ്ങനെയാണ് അവരുമായി ബന്ധപ്പെടുക എന്നൊരു സ്വാഭാവിക ചോദ്യം പലരിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചരിത്രം, പൈതൃകം ഒക്കെ പഠിക്കുന്നവർക്ക് കഴിഞ്ഞകാല സംഭവങ്ങളെ, കഴിഞ്ഞകാല വികസന പ്രക്രിയകളെ മൂർത്തമായ ചില പഠനങ്ങളാക്കി രൂപാന്തരപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടി ഉള്ള ശ്രമത്തിൽ പല വിധത്തിലുള്ള മറ്റ് പ്രവർത്തന മണ്ഡലങ്ങളുമായി, പല വിധത്തിലുള്ള മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരും. ഉദാഹരണത്തിന്
ചരിത്രകാരന്മാർ പ്രധാനമായിട്ടും എന്നുള്ള വാക്ക് ഞാൻ വളരെ മനഃപൂർവ്വം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എഴുതപ്പെട്ട രേഖകളാണ് ചരിത്ര പഠനത്തിന് സാധാരണയായി ഉപയോഗിക്കുന്നതെന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ല. അങ്ങനെയാണ് നമ്മുടെ ചരിത്ര പഠനം ശക്തിപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം. അപ്പോൾ പക്ഷേ ഈ പഠനത്തിന് ഉപയോഗിക്കുന്ന എഴുതപ്പെട്ട രേഖകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ഭാഷ പഠിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ഭാഷ മനസ്സിലാക്കിയാൽ മാത്രം പോരാ. അതിൻ്റെ കഴിഞ്ഞ കാലത്തിലുണ്ടായിട്ടുള്ള വികസനങ്ങളും അതിൻ്റെ വളർച്ചയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഫലമായിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളുമൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അത് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലോ മനസ്സിൽ തോന്നുന്ന ചില ചിന്തകളുടെ അടിസ്ഥാനത്തിലോ രേഖപ്പെടുത്തി വെച്ചാൽ മാത്രം പോരാ. അതേക്കുറിച്ച് ശാസ്ത്രീയം എന്ന വാക്ക് വീണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക അർത്ഥത്തിലാണ്. അതായത് ശാസ്ത്രം ആകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാം, അതേക്കുറിച്ച് ചർച്ചകളാകാം, അതേക്കുറിച്ച് പ്രതിവാദങ്ങളാകാം, അതേക്കുറിച്ച് തീരുമാനങ്ങളുമാകാം. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാവുന്ന, ചർച്ച ചെയ്യാവുന്ന രീതിയിൽ ഉള്ള പഠനങ്ങളായിരിക്കണം വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ പഴയ രേഖകൾ പഠിക്കുന്നവർക്ക് പാലിയോഗ്രഫിയിൽ താല്പര്യമുണ്ടാകാം. പാലിയോഗ്രഫി നമ്മൾ ഉദ്ദേശിക്കുന്നത് കയ്യെഴുത്ത് മാതൃകയുടെ ഘടനയും അതിൽ വന്നിട്ടുള്ള രൂപഭാവങ്ങളുമാണ്. 18-ാം നൂറ്റാണ്ടിലെ കയ്യെഴുത്തായിരിക്കണമെന്നില്ല 15-ാം നൂറ്റാണ്ടിലെ കയ്യെഴുത്തിന് തന്നെ ഹാൻഡ് റിട്ടൺ സ്റ്റൈലിന് തന്നെ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതേക്കുറിച്ചും ശാസ്ത്രീയമായ പഠനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പിഗ്രാഫി പുരാരേഖ ശേഖരങ്ങളുടെ ഘടനയും അതിൻ്റെ വളർച്ചയും കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിരിക്കുന്ന ഈ സ്ഥാനത്ത് തന്നെ അടുത്ത ഫെബ്രുവരി മാസത്തിൽ ഒരു സ്കൂൾ ഓഫ് എപ്പിഗ്രാഫി തന്നെ തുടങ്ങാനാണ് KCHR ആരംഭിക്കുന്നത്. അതിൻ്റെ ഒരു മുന്നോടിയും കൂടിയാണ് ഇന്നത്തെ ഈ ക്ലാസ് എന്ന് പറയാൻ എനിക്ക് അതീവ സന്തോഷമുണ്ട്. അപ്പോൾ പാലിയോഗ്രഫിയും എപ്പിഗ്രാഫിയും പോലെ തന്നെ ചിത്രമെഴുത്തിൻ്റെ പഴയ ചരിത്രവും ചിത്രമെഴുത്തിൻ്റെ റെസ്റ്റോറേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അതിൻ്റെ പുതിയ രീതികളും ഒക്കെ നമ്മുടെ പഠനത്തിന് വിഷയമാണ്. ചിത്രമെഴുത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നാരായണൻ നമ്പൂതിരി സാറ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എണ്ണച്ചായ ചിത്രങ്ങളുടെ പുനർജനനത്തെക്കുറിച്ചാണ്, അതിൻ്റെ കൺസർവേഷനെക്കുറിച്ചാണ്. അത് വളരെ പ്രധാനപ്പെട്ടതും വളരെ വിപുലവുമായിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് നമുക്കറിയാം. അതുമാത്രമല്ല, നമുക്ക് മറ്റ് പല ചിത്ര രൂപേണയുള്ള രേഖകളുമുണ്ട്. എണ്ണച്ചായ ചിത്രങ്ങളുണ്ട്, ഗുഹാചിത്രങ്ങളുണ്ട്, നമ്മുടെ ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെയുള്ള ചുമർ ചിത്രങ്ങളുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിലുമുള്ള ചുമർ ചിത്രങ്ങളുണ്ട്. ഗ്ലാസിൽ വരച്ച ചുമർ ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ പ്രതലങ്ങളിൽ വിവിധ തലങ്ങളിൽ വരച്ചിട്ടുള്ള പടങ്ങളും ചിത്രങ്ങളുമുണ്ട്. ഈ ചിത്രങ്ങൾക്ക് കാലം കഴിയുമ്പോൾ അതിന് മങ്ങലേൽക്കുകയും ഒക്കെ വന്നു പോകാം എന്ന് നമുക്കറിയാം. അതിൽ നിന്നും അത് പുനർജനിപ്പിക്കാനായി ഉള്ള ശ്രമങ്ങൾ, അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായി റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇതിനെക്കുറിച്ച് ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ താല്പര്യം കാണിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കോവിഡ് ഭീഷണിയൊക്കെ നമ്മളെ ഗ്രസിക്കുന്നതിന് തൊട്ട് മുൻപ് ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ മ്യൂസിയത്തിൻ്റെ സൗത്ത് ഏഷ്യൻ വിഭാഗത്തിൻ്റെ ക്യൂറേറ്ററായിട്ടുള്ള ഡോക്ടർ ജോൺ ഗേ ഇവിടെ ഇന്ത്യയിൽ 35 അംഗങ്ങളുമായിട്ട് ഒരു വലിയ ഡെലഗേഷനുമായിട്ട് ഇന്ത്യയിൽ വരികയും ഇന്ത്യൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുമായിട്ട് സഹകരിച്ച് ഇവിടെ ഒരു വലിയൊരു എക്സിബിഷൻ നടത്താനായി ആണ് അദ്ദേഹം വന്നത്, അതിനെക്കുറിച്ച് ആലോചിക്കാനായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കേരളത്തിൽ വരികയും ഇവിടെ പട്ടണം ക്യാമ്പസ് വിസിറ്റ് ചെയ്യുകയും ഞങ്ങളുമായിട്ട് ചില ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തു. ജോൺ ഗേയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബന്ധം ഈയിടെ വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് നോർത്തേൺ തായ്ലൻഡിലെ ഒരു
കപ്പൽ ഛേദത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതേക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ അതിൽ പഴയ അറമിക് ഭാഷയിൽ എഴുതിയ രേഖകളും അങ്ങനെ പല പല ചരിത്രപരമായി താല്പര്യം ഉണ്ടാകേണ്ട വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം കേരളത്തിന് ഈ തായ്ലൻഡും വെസ്റ്റ് ഏഷ്യയുമായി, പശ്ചിമ ഏഷ്യയുമായി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന ഗൾഫ് രാജ്യങ്ങളുമായി ഒരു ബന്ധം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നത് പട്ടോള എന്ന് പറയുന്ന ഒരു സിൽക്ക് രൂപമാണ്, സിൽക്കിൻ്റെ ഒരു അത് ഇന്ത്യയിൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള, ഇപ്പോഴും വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു സിൽക്കായിട്ടാണ് ആളുകൾ കരുതുക. ഈ പട്ടോള സിൽക്ക് ഗുജറാത്തിലെ പട്ടോള എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ആണ് ഇത് തുടങ്ങിയതെന്നാണ്. അത് മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ടാകും, പക്ഷേ അവിടുത്തെ ഒരു പരമ്പരാഗത ഉൽപ്പന്നമായിട്ടാണ് ഇത് കരുതപ്പെടുക. ഇതിന് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പ്രധാനമായിട്ടും ഇന്തോനേഷ്യയിൽ വലിയ പ്രചാരം ഉണ്ടായിരുന്നു. അവിടുത്തെ രാജാക്കന്മാരും വലിയ സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തിലുള്ളവരുമൊക്കെ ഈ പട്ടോള സിൽക്ക് ഉപയോഗിച്ചായിരുന്നു അവരുടെ വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ ഈ പട്ടോള സിൽക്ക് കേരളത്തിലും ഉപയോഗിച്ചിരുന്നതായി അദ്ദേഹം തെളിവുകൾ കണ്ടുപിടിക്കുന്നു. എവിടെ നിന്നാണ് അദ്ദേഹം തെളിവ് കണ്ടുപിടിക്കുന്നത്? ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ, നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരത്തിൽ, അതായത് നമ്മുടെ കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ പ്രാധാന്യം ചരിത്രം അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്നതാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ തന്നെ വളർച്ചയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ കൃഷ്ണപുരം കൊട്ടാരത്തെക്കുറിച്ച് ആളുകൾ പറയുക. ഈ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ഗജേന്ദ്രമോക്ഷം എന്ന വളരെ പ്രസിദ്ധമായ ചുമർചിത്രമുള്ളത്. ഈ ഗജേന്ദ്രമോക്ഷത്തിലെ ഒരു രംഗത്തിൽ പട്ടോള സിൽക്ക് ൻ്റെ ഉടുപ്പ് വസ്ത്രം ധരിച്ച ഒരു ദൈത്യയെ, ഒരു ദേവതയെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാധാരണക്കാരുപയോഗിച്ചിരുന്ന വസ്ത്രമല്ല പട്ടോള ചിലപ്പോൾ ദേവതകളുടെ വസ്ത്രമായിട്ട് കേരളത്തിൽ ഇതിനൊരു പ്രചാരം ഉണ്ടായിരുന്നതായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം ഈ ഒരു പഴയകാലത്തെ ചരിത്രങ്ങളൊക്കെ തെളിവുകൾ പലതും നമുക്കറിയാവുന്നതുപോലെ വളരെ ചുരുങ്ങിയ തെളിവുകൾ വെച്ചിട്ടാണ് പലതും പറയുക. എന്തായാലും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു തെളിവ് കിട്ടുന്നത് ഈ പട്ടോള സിൽക്ക് ഗുജറാത്തിൽ മാത്രമല്ല, അത് വിറ്റിരുന്ന ഇന്തോനേഷ്യയിൽ മാത്രമല്ല, അത് കൊണ്ടുപോകുന്ന വഴിയിൽ കപ്പലുകൾ തൽക്കാലത്തേക്ക് നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്ന കേരളം പോലുള്ള സ്ഥലങ്ങളിലും ഇതിന് ഒരു കമ്പോളം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിനൊരു മാർക്കറ്റ് ഉണ്ടായിരുന്നതായിട്ടും ഒക്കെ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പല വിധത്തിലാണ് പഴയകാല ചിത്രങ്ങളെയും പഴയകാല പ്രതിബിംബങ്ങളെയും പിൽക്കാല ചരിത്ര പഠനത്തിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ ഈ ഉള്ള പ്രാധാന്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ചിത്രങ്ങൾ മാത്രമല്ല, നമുക്ക് പ്രതിമകളുണ്ട്, സ്റ്റാച്യൂസ് ഉണ്ട്. പ്രതിമകളുടെ കഥ പറയുകയാണെങ്കിൽ കേരളത്തിൽ പ്രതിമകളുടെ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നതായിട്ട്, പക്ഷേ നമ്മുടെ എല്ലാ ദൈവങ്ങളെയും നമ്മൾ പ്രതിമകളായിട്ടാണ് കാണുന്നത്. ഏത് മതത്തിലായാലും, ഏത് മതത്തിൽ ഞാൻ ഉദ്ദേശിച്ചത്, ചില മതങ്ങൾ പ്രതിമകൾ ഉപയോഗിക്കാത്തവരുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട മതങ്ങളിൽ പലതും പ്രതിമകൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഈ സാധാരണ ആളുകളുടെ സെക്യുലർ ലൈഫിൽ പ്രതിമകളുടെ ഒരു സ്ഥാനം കേരളത്തിൻ്റേതായിട്ട് ഉണ്ടായത് 19-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. അതും സർ ടി മാധവറാവു എന്ന ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന സർ ടി മാധവറാവുവിൻ്റെ പ്രതിമ കേരളത്തിലെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ ആളുകൾ സംഭാവനകൾ സ്വീകരിച്ച് ആ സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ വെച്ചപ്പോഴാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ പ്രതിമ സംസ്കാരം. ഇന്നിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം പ്രതിമകളുണ്ട്. അതിൽ പലതും കാക്കയും മറ്റും കാഷ്ടിച്ച് വൃത്തികേടാക്കുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാവുന്ന കഥയാണ്. പക്ഷേ ഇതേക്കുറിച്ച്
റോബിൻ ജെഫ്രി, കേരളത്തിൻ്റെ ചരിത്രം എഴുതിയിട്ടുള്ള ഓസ്ട്രേലിയക്കാരനായ അല്ലെങ്കിൽ കനേഡിയൻ ഓസ്ട്രേലിയൻ പണ്ഡിതനായ റോബിൻ ജെഫ്രിയുടെ ഒരു പ്രബന്ധം തന്നെയുണ്ട്. ഈ സ്റ്റാച്യു, തിരുവനന്തപുരത്ത് ഇപ്പോഴും ആ പ്രദേശത്തിൻ്റെ സ്റ്റാച്യു എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ആ പ്രതിമയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ഡിഫയൻസ് ഉണ്ട്. അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരേക്കാൾ നന്നായിട്ട് ഭരണം നിർവഹിച്ച ഒരു വ്യക്തിയാണ് മാധവറാവു. അതിൻ്റെ കാരണമുണ്ട്, അദ്ദേഹത്തിൻ്റെ സമൂഹം മറാത്ത വിഭാഗത്തിൽപ്പെട്ടവർ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള മറാത്ത യുദ്ധത്തിൽ തോറ്റ കഥകളൊക്കെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് അറിയാവുന്നതാണ്. അത് തോറ്റും, അത് കഴിഞ്ഞ് ടിപ്പു സുൽത്താനെയും ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചു. അതോടുകൂടി ഈ ബ്രിട്ടീഷുകാരെ ഇപ്പോഴൊന്നും അധികാരത്തിൽ നിന്നും മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു നിരാശാബോധം ഇന്ത്യയിൽ വ്യാപകമായിരുന്നപ്പോൾ ഇതിന് എതിരായിട്ട് മാധവറാവുവിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു മറാത്ത എലീറ്റ് ഗ്രൂപ്പ് ബ്രിട്ടീഷുകാരുടെ രീതികൾ പഠിച്ചെടുത്ത് ആ കാര്യത്തിൽ അവരെക്കാൾ നന്നായി പ്രവർത്തിക്കുക എന്നുള്ള ഒരു മറുമരുന്ന് ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ മറുമരുന്നിൻ്റെ അവസാനത്തിൽ അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയപ്പോൾ അതിൻ്റെ 3ാമത്തെ കോൺഫറൻസിൽ ഭാരവാഹിയായി മാറുന്നതായിട്ട്. അപ്പോൾ ആധുനിക പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു ജീവിതമായിരുന്നു മാധവറാവുവിൻ്റെ. മാധവറാവുവിൻ്റെ സ്റ്റാച്യു ആണ് നമ്മളെ ഈ പ്രതിമകളുടെ സംസ്കാരത്തിലേക്ക്, പ്രതിമകളിലൂടെ ചില രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കുന്ന ആ രീതിയിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്തത് എന്ന് പറയുവാൻ മാത്രമാണ് ഞാനിത് ഉപയോഗിച്ചത്. ഞാൻ കൂടുതൽ സമയം പറയുന്നില്ല. കൂടുതൽ സമയം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെല്ലാവരും കേൾക്കാൻ വന്നിരിക്കുന്ന ശ്രീ നാരായണൻ നമ്പൂതിരിയുടെ വിലപ്പെട്ട വാക്കുകളിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തും. അത് നിർത്തരുത് എന്നെനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെ സംസാരിക്കാനായി അഭ്യർത്ഥിക്കുകയാണ്. വളരെയധികം സന്തോഷം. എനിക്ക് ഇങ്ങനെ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ മൈക്കിൾ തരകൻ സാർ ഇവിടെ അറേഞ്ച് ചെയ്യുന്നതിന് ഞാൻ അതീവ സന്തുഷ്ടനാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇതിനെ പറ്റി ഒരു അവയർനെസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് ആദ്യം ചെയ്യുന്നത്. അദ്ദേഹം 1848 ജനിക്കുന്നത്. കിളിമാനൂർ കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ റൂട്ട് കേരളത്തിൽ അദ്ദേഹം അത്രയധികം പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് വർക്കുകളെല്ലാം കിടക്കുന്നത് ബോംബെയിലും ബറോഡയിൽ ലക്ഷ്മി വിലാസം പാലസിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള മാസ്റ്റർ പീസ് വർക്കുകളൊക്കെ കിടക്കുന്നത്. ഇവിടുത്തെ വർക്കുകൾ മോശമാണെന്നല്ല പറഞ്ഞത്, അതൊരു ബിഗിനിങ് സ്റ്റേജാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ റൂട്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അദ്ദേഹം ഷൊർണൂർ പോകും, ഷൊർണൂർ പോയിട്ട് മൈസൂർ പോകും, മൈസൂരിൽ നിന്നാണ് പിന്നെ ബോംബെ പോയിട്ടാണ് അദ്ദേഹം പിന്നെ ബറോഡയിൽ പോകുന്നത്. അപ്പോൾ ഈ ബറോഡ എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം മാസ്റ്റർ പീസ് വർക്കുകളൊക്കെ കൊടുക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞത് ഈ മാധവറാവു തന്നെയാണ് ഈ രവിവർമ്മയെ ബറോഡയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ രാജാക്കന്മാരുടെ പെയിൻറ്റിങ്സ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിപ്പം ഞാനിവിടെ ചെയ്യാൻ വേണ്ടി സയൻറ്റിഫിക് ഔട്ട്ലുക്കാണ്, കൺസർവേഷൻ ഇൻ സയൻറ്റിഫിക് ഔട്ട്ലുക്ക്. അതിന് ഐ എം ഷെയർ മൈ മാക്സിമം നോളജ്. നോളജ് മാക്സിമം ഞാൻ ഷെയർ ചെയ്യാം. പക്ഷേ കൺസർവേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ 10 കൊല്ലം ഞാൻ എന്ത് ചെയ്തിരുന്നു അതൊന്നും അല്ല അന്ന് ഞാൻ ഇന്ന് ചെയ്തത്. അതായത് കൺസർവേഷൻ എല്ലാ 5 കൊല്ലം കൺസർവേഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ മോഡേൺ എന്താണായിരുന്നു അതിലേക്ക് കൊണ്ടുവരണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, കിളിമാനൂർ അദ്ദേഹം ജനിച്ച് വളർന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഒറിജിനൽ പെയിൻറ്റിങ് കിളിമാനൂർ കൊട്ടാരത്തിലില്ല. വെറും പ്രിൻറ്റുകൾ മാത്രമേ അവിടെയുള്ളൂ. കിളിമാനൂർ കൊട്ടാരത്തിൽ അതിൻ്റെ ഒരു പെയിൻറ്റിങ് പോലും ഇല്ല. അദ്ദേഹം അവിടെയാണ് ജനിച്ച് വളർന്നിരിക്കുന്നത്. ഇനി കേരളത്തിലെ കളക്ഷൻസ് ഞാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഷൊർണൂർ റൂട്ട് കവടിയാറിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കളക്ഷൻ ഉള്ളത്. പിന്നെ ചിത്ര ആർട്ട് ഗാലറി, പിന്നെ വരുന്നത് കൃഷ്ണമേനോൻ ആർട്ട് ഗാലറി. കൃഷ്ണമേനോൻ ആർട്ട് ഗാലറിയിലാണ് അദ്ദേഹത്തിന് ഏറ്റവും പഴയകാല വർക്കുകളൊക്കെ ഉള്ളത്. പക്ഷേ അത് വളരെ ഡിസ്പ്ലേക്ക് വളരെ മോശമായിട്ട് ആരും അറ്റൻഡ് ചെയ്യാതെ 17 ചില്ലാണ് പെയിൻറ്റിങ്ങൾ അദ്ദേഹത്തിൻ്റെ. ഒരാൾ അറ്റൻഡ് ചെയ്യുന്നില്ല. 20 അടി ഉയരത്തിലാണ് ആ പെയിൻറ്റിങ് വെച്ചിരിക്കുന്നത്. അത് ശരിക്കും കാണാനും പോകില്ല.
ഇതിന് ഇഗ്നറൻസ്, ഇവിടെ സാറൻ പറയുന്നത് ഇംഗ്ലീഷിലൊരു വേർഡ് പറയുന്നത് ഇഗ്നറൻസ് ഈസ് ദ ഗ്രേറ്റ് എനിമി. അറിവില്ലായ്മയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു, നമ്മളല്ല. അറിവില്ലായ്മ, ഒരു സബ്ജക്റ്റിനെ പറ്റി അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ശത്രു. അവിടെ വരുന്നു ഇത്രയും പിന്നെ ബോംബെയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ബോംബെയിൽ ധാരാളം വർക്കുണ്ട്. പിന്നെ മൈസൂർ പോയി, മൈസൂർ ധാരാളം ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ പോയിട്ട് കുറേ ധാരാളം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രധാന നല്ല കാര്യങ്ങളൊക്കെ ബോംബെയിലും 15 കൊല്ലം, ബറോഡയിലും ഒരു 10-15 കൊല്ലം. പിന്നെ അദ്ദേഹം പിന്നെ ഹൈലി ഷുഗർ പേഷ്യൻ്റായിട്ട് ഇരിക്കുന്ന 56-ാമത്തെ വയസ്സിൽ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പല പെയിൻറ്റിങ്ങുകളും ഹൈലി ഡാമേജഡായിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഉദ്യമം ഞാൻ റിട്ടയർമെൻറ്റ് നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എത്ര സക്സസ്ഫുൾ ആയെന്ന് ഞാൻ പറയുന്നില്ല. ഇതാണ് ഒരു പെയിൻറ്റിങ്ങിന് അനാട്ടമി ഓഫ് പെയിൻറ്റിങ്. എന്താണ് പെയിൻറ്റിങ്? പെയിൻറ്റിങ്ങിന് 6 ലെയറാണുള്ളത്. ഏറ്റവും സൂപ്പർഫിഷ്യൽ ലെയർ ഡസ്റ്റ് അക്യുമുലേഷൻ, ബട്ട് അതത്ര വലിയ പ്രാധാന്യമായിട്ടുള്ളൊരു ഇതല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വാർണിഷ്, സൂപ്പർഫിഷ്യൽ കോട്ടിങ് എന്ന് ഞങ്ങൾ വാർണിഷിന് പറയും. ഈ വാർണിഷ് എന്താണ് ചെയ്യുന്നത്? വാർണിഷ് യൂണിഫോം റിഫ്ലക്ഷൻ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും വാർണിഷ് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ആ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഡെപ്ത് തോന്നും, വളരെയധികം ഡെപ്ത് തോന്നും. യൂണിഫോം റിഫ്ലക്ഷൻ കിട്ടും, അത് വളരെയധികം ഡെപ്ത് തോന്നും. പിന്നെ ക്യാൻവാസ് വരുന്നു. പിന്നെ അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് വാർണിഷ് ഇൻസെക്ട്സിനെ, ചെറിയ ഇൻസെക്ട്സ് ഒന്നും അറ്റാക്ക് ചെയ്യില്ല. ഇൻസെക്ട്സ് ഒന്നും അറ്റാക്ക് ചെയ്യില്ല. അതിൻ്റെ മണം വന്നുകൊണ്ട് അതൊന്നും അറിയപ്പെടുന്നത് റിപ്പലൻ്റാണെന്ന് പറയും. റിപ്പലൻ്റ് തിരിച്ചു പോകും. ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകും. അപ്പോൾ 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതൊന്ന് യൂണിഫോം റിഫ്ലക്ഷൻ തരുന്നു, പിന്നെ കുറച്ച് റിപ്പലൻ്റായിട്ട് ആക്റ്റീവ് ചെയ്യുന്നു. പിന്നെ ക്യാൻവാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ലെയർ. ആ ഗ്രൗണ്ട് ലെയറാണ് ഈ പെയിൻറ്റ് ലെയറിനെ കാച്ച് ഹോൾഡ് ചെയ്യുന്നത്. പെയിൻറ്റ് ലെയറിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പിന്നെ അതിന് താഴെയാണ് ഗ്രൗണ്ട് വരുന്നു. ഗ്രൗണ്ടാണ് ഈ പെയിൻറ്റ് ലെയറിനെ നമ്മൾ കാച്ച് ഹോൾഡ് ചെയ്യാനും പിടിച്ച് നിർത്തുന്ന സാധനം. ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സാധനമാണ്. അല്ലെങ്കിൽ ഈ പെയിൻറ്റ് എപ്പോഴും ഫ്ലെക്സിബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോവും. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൗണ്ടാണ്. അതിന് ഞങ്ങൾ പ്രൈമിംഗ് എന്നൊക്കെ പറയും. ആ പ്രൈമിങ്ങാണ് അതിനെ പിടിച്ച് നിർത്തുന്നത്. അതിനകത്ത് ഏറ്റവും താഴെ ക്യാൻവാസ്. ഇങ്ങനെ ഈ 4 ലെയർ. അപ്പോൾ ഞങ്ങൾ കൺസർവേഷനിൽ ചെയ്യുന്നത് ഈ 4 ലെയറിന് എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളതാണ് ആദ്യം ഞങ്ങൾ നോക്കുന്നത്. അതിന് 2 ഒബ്സർവേഷൻ ഉണ്ട്. ഒന്ന് നാക്കഡ് ഐ ഒബ്സർവേഷൻ, പിന്നെ സയൻറ്റിഫിക് എയ്ഡ്സ് ഒബ്സർവേഷൻ. സയൻറ്റിഫിക് എയ്ഡ് ഒബ്സർവേഷൻ ഒരു 4 സ്ലൈഡ് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു പെയിൻറ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വളരെ ഡീറ്റെയിലായിട്ട് കണ്ടീഷൻ റിപ്പോർട്ട് ചെയ്തു. ഇന്ന ഭാഗത്ത് ഇന്നെല്ലാം സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ ഫോട്ടോഗ്രാഫിക് എവിഡൻസ്. കൺസർവേഷനിൽ ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് പറയുന്നത് ഫോട്ടോഗ്രാഫി പറഞ്ഞാൽ എവറി സ്റ്റെപ്പ്, എല്ലാ സ്റ്റെപ്പുകളും ഞങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കും. അത് കുറച്ച് റെസ്റ്റോറൻറ്റ് സെക്യൂറിന് വേണ്ടിയിട്ടാണ്. അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ അല്ലായിരുന്നു എന്ന് ആൾക്കാർക്ക് ബ്ലെയിം ചെയ്യാം. ആ സമയത്ത് എനിക്ക് കാണിച്ചു കൊടുക്കാം ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ആണ്, ഫോട്ടോഗ്രാഫി എവിഡൻസ് ഇവിടെ ഉണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ക്യാൻവാസിന് വരും. ക്യാൻവാസിന് ഫംഗസ് വരും, പല ഡിറ്റോറിയേഷൻ പറ്റും. അതിൻ്റെയൊക്കെ ആൻറ്റി ഫംഗസ് ട്രീറ്റ്മെൻറ്റൊക്കെ അതാത് സമയത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഈ പെയിൻറ്റിങ് കവടിയാർ കൊട്ടാരത്തിലാണ്. വൈഫ് ഓഫ് ശങ്കരശാസ്ത്രി, അദ്ദേഹം നാട്ടിലെ വലിയൊരു അധിപനായിരുന്നു വൈഫ് ഓഫ് ശങ്കരശാസ്ത്രി. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ചിത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഒരു വാചകം കൂടി, റെസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ രവിവർമ്മയെ പറ്റി നമ്മൾ പഠിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഷോക്ക് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ കളർ മിക്സിങ് എന്താണ്, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആർട്ടിസ്റ്റിനെ പറ്റി. രവിവർമ്മ എന്നല്ല, ഏത് ആർട്ടിസ്റ്റിനെയും നമ്മൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പറ്റി മാക്സിമം ഡാറ്റകൾ കളക്ട് ചെയ്യും ഞങ്ങൾ ആദ്യം. മാക്സിമം അദ്ദേഹത്തിൻ്റെ ഷോക്കുകൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അദ്ദേഹത്തിൻ്റെ എന്താണ് പോകുന്നത്. പിന്നെ ചിത്രം വരയ്ക്കപ്പെട്ട വ്യക്തികളെയും ഹിസ്റ്ററി ഞങ്ങൾ ശേഖരിച്ച് വയ്ക്കും. അതിന് ചിലപ്പോൾ ഒപ്പം ഞങ്ങൾ ടെക്നിക്കൽ സൈഡാണ്, ഞങ്ങൾക്ക് പലപ്പോഴും അത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആർട്ടിസ്റ്റ് ആൾക്കാരെ വിളിച്ചുകൊണ്ട് ഗൈഡ് ചെയ്യാൻ പറയും. എല്ലാ ഡാറ്റകളും കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആർട്ടിസ്റ്റിൻ്റെ ഡാറ്റകളും വരയ്ക്കപ്പെടുന്ന രാജാവിൻ്റെ പോർട്രേറ്റിൻ്റെയും അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ഡാറ്റകളും ഏത് കാലഘട്ടങ്ങളിൽ അവർ ജീവിച്ചിരുന്നിരുന്നു എന്നുള്ളതൊക്കെ വളരെ ഡീറ്റായിട്ട് ഞങ്ങൾ ഈ കണ്ടീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ടുള്ള എഴുതും. പിന്നെ ചെയ്യുന്നത് ആദ്യത്തെ സൂപ്പർഫിഷ്യൽ, ഇത് ബിഫോർ റെസ്റ്റോറേഷൻ. സൂപ്പർഫിഷ്യലിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള
അക്യുമുലേഷൻ ഓഫ് മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുള്ളത്. അത് ആദ്യം റിമൂവ് ചെയ്യും. നെക്സ്റ്റ് കാണിച്ചു. നെക്സ്റ്റ് ഇത് റിമൂവൽ വാർണിഷ്. ലെഫ്റ്റ് സൈഡിൽ ഞാൻ വാർണിഷ് റിമൂവ് ചെയ്തു. റൈറ്റ് സൈഡിൽ ഒരു മേജർ ഹോളുണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യും. ഓരോ ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റേഷൻ ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യും. ഇപ്പോൾ ആ ഡിഫറൻസ് അല്ല, ലെഫ്റ്റ് സൈഡ് ചെയ്യുന്നു, റൈറ്റ് സൈഡ് ചെയ്യുന്നു. ഓക്കെ കണ്ടല്ലോ. റിമൂവൽ ഓഫ് വാർണിഷ് ഫ്രം ദ ഡിഫറെൻറ്റ് പാർട്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരേ വാർണിഷ് ഒരേ കെമിക്കൽസ് തന്നെ ഒരേ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതിൻ്റെ കളേഴ്സ് ആർ ഡിഫറെൻറ്റ്. എന്നിപ്പം സെല്ലോസോൾ എടുത്തു. ഈ സെല്ലോസോൾ വേറെ ഏരിയയിൽ വർക്ക് ചെയ്തോളും യാതൊരു നിബന്ധനകളും ഇല്ല. ആ പെയിൻറ്റിൽ അതിൻ്റെ തിക്നെസ് എത്രയായിരിക്കും, ഞാൻ അപ്ലൈ ചെയ്യുന്ന കെമിക്കൽസിന് പെയിൻറ്റ് ലെയറിന് റെസിസ്റ്റൻറ്റ് പവറിന് അതിനെ സ്വീകരിക്കുവാനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഓവർ ക്ലീനിങ് വന്നു പിന്നെ റിവേഴ്സിബിലിറ്റി ഇല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ എന്തൊന്ന് അങ്ങോട്ട് റെസ്റ്റോറേഷനിൽ ആഡ് ചെയ്യുന്നതോ ഇത് ഇങ്ങോട്ട് കാലാന്തരത്തിൽ അതിനെ ഇങ്ങോട്ട് തന്നെ തിരിച്ചെടുക്കണം. എന്നാൽ നമ്മുടെ ടെക്നോളജി ഇങ്ങനെ ഇന്നും ഇമ്പ്രൂവ് ചെയ്യാണ്. 5 കൊല്ലം വരെ ഇതിനേക്കാളും ബെറ്റർ സാധനങ്ങൾ വരും. അപ്പോൾ എന്തൊന്ന് അങ്ങോട്ട് ആഡ് ചെയ്യുന്നത് അതിനെ ഇങ്ങോട്ട് തിരിച്ചെടുക്കാനുള്ള സാധനം ചെയ്യുള്ളൂ. ഞങ്ങൾ ഒരിക്കലും ഒരു പെർമനൻ്റ് മെറ്റീരിയൽസ് അതിൽ ഒരിക്കലും ഞങ്ങൾ ആഡ് ചെയ്യില്ല. അപ്പോൾ ഇത്രയും കാലം ഈ കൈയിൻ്റെ ഇവിടെ എല്ലാം കയറിപ്പോയി. അവിടെ താഴെ ഒരു റൗണ്ട് മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ ആരോ ഇതിൻ്റെ മുമ്പ് പ്രീവിയസ് ഇൻ്റർവെൻഷൻ നിങ്ങളാണ് ഞങ്ങളുടെ ഒരു വേർഡുണ്ട്. സോറി, ഒരു കൺസർവേഷൻ ഡിക്ഷണറി ഉണ്ട്. അതിങ്ങനെ ശീലിച്ച് കഴിയുമ്പോൾ പലപ്പോഴും എനിക്ക് അതേ വരുള്ളൂ. അതിനൊരു കൺസർവേഷൻ ഡിക്ഷണറി ഉണ്ട്. പ്രീവിയസ് ഇൻ്റർവെൻഷൻ ഇതിന് മുമ്പ് ആരോ ഇതിൻ്റെ മുകളിൽ കൈ വെച്ചു. അപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത് എന്താ, വളരെ തിക്ക് കളർ അതിൻ്റെ മുകളിൽ ആഡ് ചെയ്തു. അപ്പോൾ റെസ്റ്റോറേഷൻ ഞങ്ങളെ സംബന്ധിച്ചുള്ള എന്താ, ഞങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ അറ്റംപ്റ്റ് എന്താണ് എന്നുള്ളത് അതിനെ എക്സ്പോസ് ചെയ്യുക. ആർട്ടിസ്റ്റ് എന്താണ് ചെയ്തിരിക്കുന്നത് അത് ഞങ്ങൾ ആദ്യം കാണിക്കും. ലൈറ്റർ അഡീഷൻസൊക്കെ ഞങ്ങൾ റിമൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ റൈറ്റ് സൈഡിൽ തന്നെ ബ്രൈറ്റ് കളേഴ്സ് വരുന്നില്ലേ, അതാണ് ആർട്ടിസ്റ്റിൻ്റെ ഒറിജിനൽ അറ്റംപ്റ്റ്. അപ്പോൾ ഞങ്ങൾ ആ വാർണിഷ് റിമൂവ് ചെയ്തു. എന്തുകൊണ്ടാണ് വാർണിഷ് റിമൂവ് ചെയ്യുന്നത്? വാർണിഷ് 100 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യെല്ലോയിഷ് ആവും. പിന്നെയും വാർണിഷ് റിമൂവ് ചെയ്യണമെങ്കിൽ ഡാർക്കൻസ് ആവും. അപ്പോൾ ഒരു യെല്ലോ വാർണിഷ് കൂടെ ഒരു വെളുത്ത ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണുമ്പോൾ നമ്മളിത് വെളുത്ത മഞ്ഞയായിട്ടേ കാണുള്ളൂ. അതിനാണ് ഞങ്ങൾ വാർണിഷ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വാർണിഷ് കിട്ടുമ്പോൾ അണ്ടർ എനിയറ്റ് വെരി ബ്യൂട്ടിഫുൾ കളേഴ്സ് അതിനെ എക്സ്പോസ് ചെയ്തു. അത് ചെയ്യുന്നത് ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് നേരം ചെയ്യാൻ പാടില്ല. ചെറിയൊരു സ്ക്വയർ അടുത്ത 1-2 സൈഡുകളിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് വളരെ വ്യത്യാസമാകും. കുറച്ച് നേരം ഒരു സ്ക്വയർ ചെയ്യും, പിന്നെ ആ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യും, പിന്നെ വേറൊരു പ്ലേസിലാണ് ഞങ്ങൾ പോവുക. ഒരേ സ്ഥലത്ത് തന്നെ ചെയ്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ കളർ സ്വെല്ലിങ് വരും. സ്വെല്ലിങ് പറഞ്ഞ് കുതിർന്നു പോകുമ്പോൾ കളേഴ്സ് പോരാനുള്ള ചാൻസുകളായി. അപ്പോൾ കുറച്ച് ഇവിടെ ചെയ്യുന്നു, കുറച്ച് അവിടെ ചെയ്യുന്നു, പിന്നെ ഈ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് കംപ്ലീറ്റ് വാർണിഷിങ് റിമൂവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അല്ലേ, ഇതാണ് ഒരു ടെസ്റ്റ്, അപ്രോപ്രിയേറ്റ് സോൾവെൻറ്റ് ടെസ്റ്റ്. ഏത് സോൾവെൻ്റാണ് ഈ പെയിൻറ്റിങ്ങിന് പറ്റുന്നുള്ളത് ഞങ്ങളൊരു ചെറിയൊരു സ്ക്വയറിലിട്ടിട്ട് ചെയ്ത് നോക്കും. എന്നിട്ടാണ് പിന്നെ ഈ സ്ക്വയർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ കുറേ കഴിഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ ബോട്ടംസിലേക്ക് വരും. അതായത് ഒരേ സ്ഥലത്ത് തന്നെ കൂടുതൽ ഒരിക്കലും ജോലി ചെയ്യാൻ പാടില്ല. സ്വെല്ലിങ് വരും. സ്വെല്ലിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കളർ ഇളകും. അപ്പോൾ കീപ്പ് ഇറ്റ് ഒരു രാത്രി അതിനെ വിടും, പിറ്റേ ദിവസം അത് ഡ്രൈ ആവും. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് അത് ക്ലീൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അല്ല, വാർണിഷ് ബ്രൈറ്റായിട്ട് കാണുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ വാർണിഷ് എടുത്തു കളഞ്ഞു. അപ്പം നിങ്ങൾക്ക് തന്നെ അതിൻ്റെ താരതമ്യ പഠനം നടത്താം. ലെഫ്റ്റ് സൈഡ് എങ്ങനെ ബ്രൈറ്റായിട്ട്, മാലകളൊക്കെ എത്ര ബ്രൈറ്റായിട്ട് വന്നു എന്നുള്ളത്. ഓക്കെ, വളരെ ഹെവി റീടച്ചിങ്. ആരോ ഇതിൻ്റെ മുമ്പ് കളർ വാരി തേച്ചു പച്ചമലയാളത്തിൽ പറയാം. യാതൊരു യുക്തിബോധവും ഇല്ലാണ്ട് കളർ കൊണ്ട് വാരി തേച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഞങ്ങളൊരു വലിയൊരു ബർഡനാണ്. ഇതിനെ ആദ്യം റിമൂവ് ചെയ്യണം. ഞങ്ങളുടെ ഉദ്ദേശം ആർട്ടിസ്റ്റ് എന്ത് ചെയ്തു അതിനെ നിങ്ങൾ എക്സ്പോസ് ചെയ്യൂ ആദ്യം. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ റിമൂവ് ചെയ്യും. എന്ത് ഏത് ചെയ്താലും അതൊക്കെ ഞങ്ങൾ റിമൂവ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അല്ല, കൈയിൻ്റെ പകുതി പോയി. ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കൈയാണത്. കൈയിൻ്റെ പകുതി ഭാഗം പോയി. ഓക്കെ, നെക്സ്റ്റ് അല്ലേ, വെരി അൺഎത്തിക്കൽ പ്രീവിയസ് റെസ്റ്റോറേഷൻ. കളർ വാരി തേച്ചിരിക്കുന്നത്. അതായത് രവിവർമ്മ പെയിൻറ്റിങ് വളരെ സ്മൂത്ത് സർഫേസ് ആയിരിക്കും. ആ സ്മൂത്ത് സർഫേസ് ഇത്രയും റഫ് വരുന്നുണ്ടെങ്കിൽ
ഇതിന് ഇംഗ്ലീഷിൽ പറയാം ഹ്യൂമൻ വാൻഡലിസം. രവിവർമ്മ പെയിൻറ്റിങ്ങിനോട് ചെയ്യുന്നൊരു ഹ്യൂമൻ വാൻഡലിസം എന്ന് പറയും. ഒരിക്കലും തിക്ക് കളർ വെച്ച് കൊടുക്കാൻ പാടില്ല, കളർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പെയിൻറ്റിങ്ങിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഒരു എലാസ്റ്റിസിറ്റി ഉണ്ട്, ഫ്ലെക്സിബിൾ, വളരെ ഫ്ലെക്സിബിൾ ആവും. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് 6 വയസ്സും 7 വയസ്സും അവർക്ക് എങ്ങനെ വേണമെങ്കിൽ ബെൻഡ് ചെയ്ത് വിടാം. പക്ഷേ എന്നെ പോലെ മൈക്കിൾ താരൻ ഞങ്ങളുടെ ബോഡിയിൽ നിന്ന് ഫ്ലെക്സിബിൾ അല്ല, ഞങ്ങളുടെ ബോഡിയിൽ നിന്ന് വളരെ ഫ്ലെക്സിബിൾ അല്ല. അപ്പോൾ ഇത്തരം തിക്ക് കളേഴ്സ് ഉണ്ടെങ്കിൽ ആ പെയിൻറ്റിങ്ങിൻ്റെ ഫ്ലെക്സിബിലിറ്റി പോവും, ഇലാസ്റ്റിസിറ്റി പോവും. ആ ഇലാസ്റ്റിസിറ്റി പോയിട്ടുണ്ടെങ്കിൽ ആ പെയിൻറ്റിങ്ങിൻ്റെ ഫിസിക്കൽ ക്യാരക്ടർ ഗ്രാജുവലി നശിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിസിക്കൽ ക്യാരക്ടറും കെമിക്കൽ ക്യാരക്ടറും തിരിച്ചു കൊണ്ടുവരികയാണ് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത്. ഡിസ്കളറേഷൻ, അത് ഫംഗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫംഗസ് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് 1000-ലേറെ ഫംഗസുകളുണ്ട്. പക്ഷെ അത് ഏത് ഫംഗസാണ് വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അടുത്ത സ്ലൈഡ്. അതുകൊണ്ടല്ല ഇത്രയും കീറിപ്പൊളിഞ്ഞ പെയിൻറ്റിങ്ങാണ്. ആൾമോസ്റ്റ് ആ പെയിൻറ്റിങ്ങിൻ്റെ ഒരു 1/3 കയറി പൊളിഞ്ഞു പോയിട്ടുള്ള പെയിൻറ്റിങ്ങാണ്. അവിടെ നിങ്ങളൊരു യെല്ലോ മാർക്ക് കാണുന്നുണ്ടോ? യെല്ലോ മാർക്ക് ഫോർ എക്സാമ്പിൾ ദിസ് വൺ. പെയിൻറ്റിങ് ആകും വളഞ്ഞും ഡിസോർട്ടഡ് കണ്ടീഷനിലാണ്, വളഞ്ഞിരിക്കണം, ഇതിരിക്കുന്നു. അപ്പം ഞാൻ ഇതിനെല്ലാം കൂടി അണ്ടർ പ്രഷറിൽ ഒരു 4-5 ദിവസം ഇടും. കുറച്ച് മോയ്സ്ചർ ചെയ്ത് ഹെവി വെയിറ്റിൽ കൊണ്ട് വയ്ക്കും. ഹെവി വെയിറ്റിൽ കൊണ്ടുവന്നിട്ട് പെയിൻറ്റിങ് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആവും. കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് അഡീഷണൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് എന്താ ചെയ്യണം, എനിക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് പെയിൻറ്റിങ്ങിൻ്റെ ബാക്ക് സൈഡിനുണ്ട്. പക്ഷെ സാധാരണ ഒരാൾക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡാണ്. പക്ഷേ റെസ്റ്റോറൻറ്റ്സിനെ സംബന്ധിച്ചോളം ഈക്വൽ ഇമ്പോർട്ടൻസ് പെയിൻറ്റിങ്ങിൻ്റെ ബാക്കിലുണ്ട്. അപ്പം പെയിൻറ്റിങ്ങിൻ്റെ ബാക്കിൽ പലതും ആഡ് ചെയ്ത് കാണും. അപ്പോൾ അതിനെയൊക്കെ ഞങ്ങൾക്ക് റിമൂവ് ചെയ്യണം. ഒരുപാട് അവിടെയും ക്ലീൻ ചെയ്യും, ഇതും ക്ലീൻ ചെയ്യും. അപ്പോൾ ബാക്കിൽ വർക്ക് ചെയ്യുമ്പോൾ ബ്ലേഡോ എങ്ങാനും തെന്നി പോവാതിരിക്കാൻ ഞങ്ങളൊരു ഫേസിങ് എന്ന് പറഞ്ഞിട്ട് നാപ്പടി ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒരു സാധനം കൊണ്ട് പേപ്പറിൽ ഫേസ് ചെയ്യും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസിനെ ഈ പെയിൻറ് ലെയറിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ഈ ഫേസിങ് പേപ്പർ ഉപയോഗിക്കുന്നത്. അതെന്നെ ഒരു ചെറിയൊരു സ്പോഞ്ച് ഇത് കിട്ടും, കാർബോസിമീത്തൽ സെല്ലുലോസ് കൊണ്ടിട്ടൊരു പശ വെച്ചിട്ടാണത്. അപ്പോൾ ചെറിയൊരു സ്പോഞ്ചിനിട്ട് ഒരു സ്പോഞ്ച് ഇഫക്റ്റ് കിട്ടും. അപ്പം ഉപയോഗിക്കുന്ന ടൂൾസ് ഒന്നും പെയിൻറ് ലെയറിനെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇത് ബാക്കപ്പ് ഒരുപാട് പാച്ച് വർക്കുകളാണ് പണ്ടാരോ ചെയ്തിരിക്കുന്ന പാച്ച് വർക്കുകളാണ്. ഈ പാച്ച് വർക്കൊക്കെ കംപ്ലീറ്റ് റെസ്റ്റോർ ചെയ്യുമ്പോൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഫ്ലെക്സിബിലിറ്റി ഒന്നും കിട്ടില്ല. എവിടെ പാച്ച് വർക്ക് ചെയ്തോ അവിടെ പിടിച്ചു പിടിക്കും, മറ്റുള്ളവർക്ക് വേവിനെസ് വരും, ഡിസ്റ്റോർഷൻസ് വരും. അപ്പോൾ എന്തെല്ലാം ബാക്ക് വർക്ക് പണ്ടത്തെ ആൾക്കാർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം റിമൂവ് ചെയ്യും. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫ്ലെക്സിബിലിറ്റിയും ഈ ഇലാസ്റ്റിസിറ്റിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ, വലിയൊരു പാച്ച് വർക്ക് റിമൂവ് ചെയ്താണ്. പക്ഷേ അത് ഉപയോഗിക്കുന്ന സിമൻറ്റ് പട്ടി വെച്ചിട്ടാണ് അത് ഒട്ടിച്ചിരിക്കുന്നത്. സിമൻറ്റ് പട്ടി ഈസ് വെരി ഹാർഡ്. സിമൻറ്റ് പട്ടി വെച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരറ്റം മുതൽ ഞാൻ അപ്പോഴായിട്ട് കർവ് ചെയ്ത് എടുത്ത് കളഞ്ഞു, മേപ്പെട്ടെടുത്തു. പിന്നെ അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. പിന്നെ അതിൻ്റെ സറൗണ്ടിങ് ഏരിയയുള്ള സിമൻറ്റ് അതസ്യം പറഞ്ഞ പശയല്ല, അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സിമൻറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതും ഒരു തരം മൂവ്മെൻറ്റ് വാൻഡലിസമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി ആ സറൗണ്ടിങ് ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്ക് ഓഫ് ദ പെയിൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കല്ല് റിമൂവ് ചെയ്ത് പാടില്ല, പാച്ച് റിമൂവ് ചെയ്തു. ആ ഹോൾ കാണിക്കാൻ വേണ്ടിയാതിരിക്കാൻ വേണം അവർ പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ ബാക്കിലെ പണികളെല്ലാം തീർന്നു. ഇനി ഞാൻ ഫേസിങ് റിമൂവ് ചെയ്യും. ലാസ്റ്റ് എടുത്തു. ഇത്രയാണ് നമ്മുടെ ലോസ്. ഈ പെയിൻറ്റിങ്ങിലുള്ള ലോസ് ഇത്രയുണ്ട്. ഈ ലോസ് എടുക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, പോളിഫില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫില്ലിങ് മെറ്റീരിയലുണ്ട്. ആ ഫില്ലിങ് മെറ്റീരിയൽ പെയിൻറ്റുകളായിട്ട് വളരെ മൈക്രോ ലെവലിൽ നിങ്ങൾ ഫില്ല് ചെയ്യാൻ പഠിക്കണം. ഒരിക്കലും അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു വാർണിഷ് അപ്ലൈ ചെയ്താൽ യൂണിഫോം റിഫ്ലക്ഷൻ ആണെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ മൈക്രോ ലെവലിൽ നിങ്ങളത് ഫില്ല് ചെയ്യാൻ പഠിക്കണം. അത് ചിലപ്പോൾ ഞങ്ങൾ മൈക്രോസ്കോപ്പൊക്കെ ഉപയോഗിക്കും അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഞാൻ ഫില്ല് ചെയ്തു. നിങ്ങൾ ആദ്യത്തെ സ്ലൈഡിൽ ഓർക്കുന്നുണ്ട്, ഇവിടെ ഒരു ഓട്ടയുള്ളത് ഓർക്കുന്നുണ്ടോ? അതെല്ലാം ഫില്ല് ചെയ്തു. പിന്നെ മൈനർ കട്ടിങ്, ഇതാണ് ഒരു റെസ്റ്റോറൻ്റെ കണ്ണ്. നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ ഒരു വേറൊരാൾക്ക് അത്ര എക്സ്പീരിയൻസിൽ ഹാൻഡൽ അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. അതിൻ്റെ താഴെയൊക്കെ പെയിൻറ്റ് ലോസ് ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ ഫില്ല് ചെയ്തു. കഴുത്തിന് ഇവിടെ ഇടും.
തെളിവ് ഞാൻ അതിനെ റീടച്ച് ചെയ്തു. ഇവിടെ റീടച്ച് ചെയ്യുന്ന ഓയിൽ പെയിൻറ്റിങ്ങിൽ റീടച്ച് ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും ഓയിൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞ ട്യൂബേ ഉപയോഗിക്കില്ല. ഓയിൽ ട്യൂബിന് അന്ന് ഉണ്ടാക്കുന്ന ട്യൂബും ഇന്നുണ്ടാക്കുന്ന ട്യൂബും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഞാൻ ഓയിൽ ട്യൂബ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയൊക്കെ റീടച്ച് ചെയ്തോ ആ ഭാഗങ്ങളൊക്കെ ബ്ലാക്കിഷ് ആവും. അപ്പോൾ വിൽസൺ ന്യൂട്ടൺ എന്ന് പറഞ്ഞൊരു പൗഡർ കളേഴ്സ് അവൈലബിളാണ്. അത് വാർണിഷ് മീഡിയം ആക്കിയിട്ട് എവിടെയാണ് ലോസ് അവിടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു പിൻ പോയിൻ്റ് ഒറിജിനൽ ആർട്ടിസ്റ്റിൻ്റെ നമ്മൾക്ക് കവർ ചെയ്യാൻ പാടില്ല. അതായത് എനിക്ക് ഓവർ പെയിൻറ്റ് ചെയ്യാൻ പാടില്ല. എവിടെ നഷ്ടപ്പെട്ടു ആ ഏരിയ മാത്രം 0 നമ്പർ പ്രഷർ എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് അത് കമ്പ്യൂട്ടറിൽ പറയും പിക്സൽ എന്ന് പറയും. ആ പിക്സൽ ആറ്റിറ്റ്യൂഡിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലാ ഫേസ് അത് റീടച്ച് ചെയ്തു. അതുകൊണ്ട് ആഫ്റ്റർ റെസ്റ്റോറേഷൻ ഇവിടെ എല്ലാം റീടച്ച് ചെയ്തു. എല്ലാ ഭാഗവും റീടച്ച് ചെയ്ത് കൊടുത്തു. കൈയൊക്കെ നിങ്ങൾ ആദ്യം ഓർമ്മയുണ്ടോ? കൈയൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം പൊളിഞ്ഞു പോയിരുന്ന കൈയായിരുന്നു. അതെല്ലാം റീടച്ച് ചെയ്തെടുത്തു. എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഫില്ല് ചെയ്ത് വേണ്ടി എടുത്തു. ഒന്ന് കമ്പാരിറ്റീവ് സ്റ്റഡി ആണെങ്കിൽ ബിഫോർ റെസ്റ്റോറേഷൻ ആൻഡ് ആഫ്റ്റർ റെസ്റ്റോറേഷൻ. ഇനി അടുത്ത സ്ലൈഡ്. വീണ ഇതും കവടിയാർ കൊട്ടാരത്തിലുള്ളതായിട്ടുള്ള പെയിൻറ്റിങ്ങാണ്. ഇതാണ് ബിഫോർ റെസ്റ്റോറേഷൻ. ഇവിടെ എന്ത് വേണം SBI ആണെന്നാണ് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. ഈ പെയിൻറ്റിങ് SBIക്കാർ പണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ രവിവർമ്മ പെയിൻറ്റിങ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നപ്പോൾ ആൾക്കാർ എന്തുകൊണ്ട് ഒരു ഈറൻ തുണി എടുത്തിട്ട് പെയിൻറ്റിങ്ങിൻ്റെ 4 പുറം പെട്ടെന്ന് തുടച്ചു. അവർക്ക് ഫോട്ടോഗ്രാഫി ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ ദാറ്റ്സ് എ വെരി റോങ് മെത്തേഡ്. അത് അടുത്ത സൈഡിൽ കാണിക്കും അല്ല. ഇതാരോ തുണി എടുത്തിട്ട് പെട്ടെന്ന് തുടച്ചു. തുണി എടുത്തിട്ട് ഓണർ അവിടെ ഉണ്ടായിരിക്കില്ല. പെട്ടെന്ന് ഫോട്ടോഗ്രാഫി എടുക്കുന്നെങ്കിൽ നല്ല ഫോട്ടോ കിട്ടുമെന്ന് വിചാരിച്ച് തുണി എടുത്ത് തുടച്ചു. അതാണ് നീ കാണുന്നത്. വളരെ സ്പീഡിൽ വെച്ചിട്ട് ഞാൻ തുടയ്ക്കുന്നത് കാണില്ലേ? ഈ സ്ട്രോക്ക് കാണുന്നില്ലേ? പെട്ടെന്ന് തുണിയിട്ടിട്ട് തുടച്ചതാണ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട്. SBI ആണാണ് ചെയ്തിരിക്കുന്നത്. പണ്ട് SBIയുടെ ഇതുണ്ടായിരുന്നു. അടുത്ത സ്ലൈഡ് എടുത്തു കണ്ടില്ലേ? അത്ര പവർഫുള്ളായിട്ടാണ് നനഞ്ഞ തുണി എടുത്ത് തുടച്ചത്. അത് തുണിച്ചപ്പോൾ പെയിൻറ്റിങ് ക്രംബിൾ ചെയ്യാൻ തുടങ്ങി. സഡനായിട്ട് പെട്ടെന്ന് മോയ്സ്ചർ അബ്സോർബർ ക്രംബിൾ ചെയ്തു. ഓക്കെ, ഇത് പിന്നെ ബാക്ക് ഓഫ് ദ പെയിൻറ്റിങ്. നമ്മളെ ബാക്ക് ഓഫ് ദ പെയിൻറ്റിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട് സെൻറ്റിപ്പറിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ അത് പലതിലും അതിൻ്റെ ടൈറ്റിങ് ചാവിയൊക്കെ വീണ് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഫിക്സിംഗ് ഒന്നും ശരിയായിരുന്നില്ല. ഇവിടെയാണ് ഞാൻ ഈ സോൾവെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോൾവെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് അനുചിതമായിട്ടുള്ള ഏത് സോൾവെൻ്റാണ് ചെയ്യണത്. ഇതിനൊരു നിബന്ധനയൊന്നുമില്ല. ഇന്ന സോൾവെൻറ്റ് എല്ലാ പെയിൻറ്റിങ്ങിനും ചെയ്തോളണം, യാതൊരു നിബന്ധനയില്ല. ഏത് കളേഴ്സിൽ വയ്ക്കുന്നു. അപ്പോൾ ഈ സോൾവെൻറ്റ് ഞങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആൾമോസ്റ്റ് എല്ലാ ഏരിയകളിലും ഞങ്ങളൊരു അപ്രോപ്രിയേറ്റ് സോൾവെൻറ്റ് ടെസ്റ്റ് അനുചിതമായിട്ടുള്ള ഇത് വെച്ചിട്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഈ ഏരിയയ്ക്ക് ഇതിൻ്റെ സ്ട്രെങ്ത് ഇത്രയായിരിക്കണം. അതൊക്കെ ഞങ്ങൾ വളരെ റിപ്പോർട്ടായിട്ട് എഴുതും. പിന്നെ ഈ ഓരോ സ്ക്വയറും ഇന്ന് ഞാൻ ഇവിടെ ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഏരിയ വിടും. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ പോകും. പിന്നെ ഈ സ്ക്വയറിനെ ഇങ്ങടെ സ്പെൻഡ് ചെയ്യും, ഈ സ്ക്വയറിനെ ഇവിടെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കണ്ടിന്യൂസ്ഡായി ചെയ്യാൻ തുടങ്ങിയിട്ട് പെയിൻറ്റ് ലെയർ സ്വെല്ല് ചെയ്യും. പെയിൻറ്റ് ലെയർ പിന്നെ പുറത്തേക്ക് വരും. അപ്പോൾ ആ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ചെയ്യുക, പിന്നെ വേറെ സ്ഥലത്തേക്ക് പോവുക. ഒരേ ദിക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടും കളേഴ്സ് വരും. ഓക്കെ, നെക്സ്റ്റ് കാണില്ലേ? എത്ര ബ്രൈറ്റ് ആൻഡ് അണ്ടർ. ഇതാണ് നമ്മൾ അടിഭാഗം നമ്മൾ കാണുന്നത് മഞ്ഞ ഡാർക്ക് ആൻഡ് വാർണിഷിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇതിന് കാണുന്നത്. പക്ഷേ എന്താണ് ആർട്ടിസ്റ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതാണ് വൈറ്റ്. പിന്നെ ഇതിൽ വേറൊരു ഇതുണ്ട്, ഏറോ മാർക്കിട്ടുണ്ട്. ഇതിനെ ഞങ്ങളുടെ ഇംഗ്ലീഷ് വേർഡ് പറയും പെൻറ്റിമെൻറ്റി എന്ന് പറയും. ഇങ്ങനെയുള്ള ഈ വരയ്ക്ക് വേറെ ഇത് വെച്ചു. ആർട്ടിസ്റ്റിൻ്റെ എയർലെസ് അറ്റംപ്റ്റ്. ആദ്യം അത് വരച്ചു, പിന്നെ ആളൊക്കെ ശരിയല്ലാന്ന് തോന്നിയപ്പോൾ ആൾ മാറ്റിയിട്ട് ഇത് വെച്ചു. അതിന് പ്രധാന ഉദാഹരണം കഴുത്ത്, കൈകളൊക്കെ പലപ്പോഴും മാറ്റി ആദ്യത്തെ ഡ്രോയിങ്ങിന് എപ്പോഴും മാറ്റും. കൈയിൻ്റെ കാലം തലയുടെ പൊസിഷൻസൊക്കെ മാറ്റും. പക്ഷേ കാലാന്തരത്തിൽ എന്ത് ചെയ്യും, ആദ്യം ചെയ്തിരിക്കുന്ന അതും ഇതിൻ്റെ മുകളിൽ മറിച്ച് ചെയ്യാൻ വരും. പക്ഷേ അത് ഞങ്ങൾ തൊടില്ല. എന്താ വെച്ചാൽ അത് ആർട്ടിസ്റ്റിൻ്റെ അറ്റംപ്റ്റാണ്. ഞങ്ങൾ റെസ്റ്റോറേഷന് അത് തൊടാനുള്ള റൈറ്റ് ഇല്ല. അതിന് പെൻറ്റിമെൻറ്റി എന്ന് പറയും. കണ്ടില്ല, ഡെവലപ്മെൻറ്റ്സ് മനസ്സിലൊന്നുമില്ലേ എത്ര ബ്രൈറ്റായിട്ട് പെയിൻറ്റിങ് വരുന്നു എന്നുള്ളത്. ആ എടുത്തുണ്ട്.
ഇത് കാണിച്ചല്ലോ. ഓക്കെ ഓക്കെ ശരി. അടിഭാഗം വർണിഷ് അത് എടുത്തു കളഞ്ഞു. നെക്സ്റ്റ് എടുത്തു. ഇത് വർണിഷ് ചെയ്യുന്ന പല ഭാഗത്തേക്കും ഞാൻ പറഞ്ഞില്ല സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ഒരു 1/4 ഹാഫ് ഭാഗം ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. താഴെ ഫംഗസ് അറ്റാക്കാണ്. ഫംഗസ് താഴെ വരുന്ന റൗണ്ട് മാർക്കറ്റിൽ ഫംഗസ്. ആ ഫംഗസിനെ പിന്നെ റിമൂവ് ചെയ്യും. 3/4 നമ്മൾ അത് റിമൂവ് ചെയ്തെടുത്തു. ലാസ്റ്റ് ക്ലീൻ. പിന്നെ എല്ലാം കൂടി നമ്മൾ മാച്ച് ചെയ്യാൻ പഠിക്കണം. ക്ലീൻ നിന്ന് മാച്ച് ചെയ്യാൻ പഠിക്കണം. അപ്പം അൺക്ലീൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഇത് മാത്രമാണ്. ഈ സ്ക്വയർ മാത്രമാണ് അൺക്ലീൻഡ് ആയിട്ടിരിക്കുന്നത്. അതൊരു സാമ്പിൾ വെച്ചിരിക്കുകയാണ്. ഇതിനാണ് ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. കണ്ടീഷൻ റിപ്പോർട്ട് കഴിഞ്ഞാൽ എല്ലാ സ്റ്റെപ്പും ഫോട്ടോഗ്രാഫി ഡോക്യുമെൻ്റ് ചെയ്യും. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും കുറ്റപ്പെടുത്താം ഇത് അങ്ങനെ അല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്, ഇതിങ്ങനെ ആയിരുന്നു എന്നാണ് ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. ഓക്കെ. ആഫ്റ്റർ ഞങ്ങൾ ഭാഗികമായിട്ടത് കാണിക്കുന്നു. ആഫ്റ്റർ റെസ്റ്റോറേഷൻ നെക്സ്റ്റ് സ്ലൈഡ് ആകുമ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ വരും. സി ഡിഫറൻസ്. പക്ഷേ ഇവിടെ ഒരു പ്രധാന ക്വസ്റ്റ്യൻ, ഫോട്ടോഗ്രാഫിക് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് രാജകൊട്ടാരം എല്ലാം ഡാർക്ക് റൂംസുകളാണ്. എൻ്റെ ക്യാമറ അത്ര ശരിയായിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ബിഫോർ റെസ്റ്റോറേഷൻ. ഇതൊന്നും ഈ രവിരമണ പെയിൻറ്റിങ്ങൊന്നും പുറത്ത് വന്നിട്ടില്ല. ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ ഏളി വർക്കുകളാണ്. ഈ പെയിൻറ്റിംഗ് ഒന്നും പുറത്ത് ഒരു കലണ്ടറിലോ ഒരു പുസ്തകത്തിലോ ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല. വളരെ ഏളി വർക്കുകളാണ്. പിന്നെ രവിവർമ്മയ്ക്ക് ഒരു സ്വഭാവം ഉണ്ടെന്ന് ഞാൻ പറയില്ല. അന്നത്തെ കാലത്ത് രവിവർമ്മ പലപ്പോഴും സിഗ്നേച്ചർ ചെയ്യാതിരിക്കുന്നുണ്ട്. സിഗ്നേച്ചർ ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ എൻ്റെ പെയിൻറ്റിങ് എൻ്റെ കണ്ട ആൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളാം. പക്ഷേ സിഗ്നേച്ചർ ഒരു ഒതൻറ്റിസിറ്റിയാണ്. സിഗ്നേച്ചർ ചെയ്യണം ശരിക്കും. ഇവിടെ ഓക്കെ നെക്സ്റ്റ് ഇത് ബിഫോർ റെസ്റ്റോറേഷൻ. ഈ ഭാഗം ലൈറ്റർ അഡീഷനാണ്. ആരോ ശേഷം വേറൊരു ക്യാൻവാസ് വെച്ച് കെട്ടി തുന്നി. പക്ഷെ അതും ഈ പറയുന്നത് ഒരു ഹ്യൂമൻ വാൻഡലിസമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഒറിജിനൽ ഭാഗം 1/4 ഭാഗം കട്ട് ചെയ്ത് കളയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാൻഡലിസം, ഹ്യൂമൻ വാൻഡലിസം. അപ്പോൾ എനിക്കെന്നെ സംശയം, ഞാൻ പറഞ്ഞു ഞാൻ മാത്രമല്ല റെസ്റ്റോറൻറ്റ്, ഇറ്റ് ഈസ് കളക്റ്റീവ് വർക്ക് എന്ന് പറയും. എല്ലാവരുമായിട്ടും കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യണം. ഞാൻ ഓണറോട് ചോദിച്ചു, വേണ്ട ആ ഭാഗം മാക്സിമം ക്ലീൻ ചെയ്താൽ മതി, ആ ഭാഗം മുറിച്ച് കളയണ്ട. പക്ഷെ ചിലപ്പം മുറിച്ച് കളയും താഴെ വേണമെങ്കിൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. ആ സിഗ്നേച്ചറിന് എന്തെങ്കിലും തകരാറുണ്ടായിരിക്കാം. വേറെ ആരോ വന്നിട്ട് അവിടെ മുറിച്ച് കളഞ്ഞ ആൾ സെക്കൻഡ് ആഡ് ചെയ്തു. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് തരത്തിലുള്ള വർക്കുകളാണ്. ഓക്കെ, ഫേസ് ചില റിമൂവ് ചെയ്യിക്കുന്നു. വാർണിഷ് റിമൂവ് ചെയ്തു, ഫേസ് റിമൂവ് ചെയ്തു. മറ്റേതിലും റിമൂവ് ചെയ്തിരിക്കുന്നു. ഇതൊരു കൊടാണ് വെച്ചിരിക്കുന്നത്. അവിടെ എല്ലാം ഫംഗസ് അറ്റാക്ക് ഉണ്ട്. അത് ഇങ്ങനെ ആൻറ്റി ഫംഗസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. പിന്നെ ക്ലീനിങ് ഈസ് ഇംപ്രൂവിങ്, ഇൻ പ്രോഗ്രസ്. നെക്സ്റ്റ് അല്ലേ, താഴെ എല്ലാം പോയി. പിന്നെ ഞാൻ താഴെ തന്നെ നിൻ പെയിൻറ്റ് ചെയ്യുകയാണ്. പഴയ കളർ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ തന്നെ കളർ കൊടുക്കുന്നതാണ്. അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ബാക്കി കേട് വന്നിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും പെയിൻറ്റിങ്ങിന് ഹോൾ വന്നിട്ടുണ്ടെങ്കിൽ, സപ്പോസ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഒരു ഹോൾ മേ ബി ഇത്ര ഉണ്ടാവുള്ളൂ. അതിനെ കവർ ചെയ്യാൻ ഇത്ര വലിയൊരു പാച്ച് വർക്ക് ചെയ്യും. അപ്പോൾ പാച്ച് വർക്ക് ചെയ്യുമ്പോൾ പെയിൻറ്റിങ്ങിന് എന്താണ്, വിൻ്റർ മഴക്കാലത്ത് പെയിൻറ്റിങ് മോയ്സ്ചറിനെ അബ്സോർവ് ചെയ്യും. പിന്നെ വേനൽക്കാലത്ത് ഈ മോയ്സ്ചറിനെ റിലീസ് ചെയ്യും. അപ്പോൾ ഒരു കൊല്ലത്തിൽ ഈ പെയിൻറ്റിങ്ങിന് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിനോമിന എല്ലാ കൊല്ലവും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിവിടെ വരയ്ക്കുന്ന ഇതിൻ്റെ ഈക്വൽ ഒരേ റേഷ്യോയിലല്ല ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്നത്. രണ്ടും ഡിഫറെൻറ്റ് മെറ്റീരിയൽസാണ്. അപ്പോൾ അത് അധികം ആ പെയിൻറ്റിങ്ങിനെ കൂടുതൽ ഡാമേജഡ് ആക്കും. അപ്പോൾ അത് എടുത്തു കളയും. നിങ്ങൾ ആ ഫേസിങ് പറഞ്ഞില്ല, ആ ഫേസിങ് ഞാൻ റിമൂവ് ചെയ്യണം. എനിക്ക് ബാക്കിലൊക്കെ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഫേസിങ്ങിനെ റിമൂവ് ചെയ്യണം. ഇതാണ് റീഇൻഫോഴ്സിങ്. ക്യാൻവാസ് ഇനി നിലനിൽക്കില്ല, ഈ ക്യാൻവാസ് അല്ലെങ്കിൽ ഇനി ഈ പെയിൻറ്റിങ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവസാനത്തെ ട്രീറ്റ്മെൻറ്റാണ്.
അടിഭാഗത്ത് നിന്ന് വെച്ചിട്ട് വേറൊരു ക്യാൻവാസ് വെച്ചിട്ട് അതിന് ബലപ്പെടുത്തും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുക റീഇൻഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ സെലക്ട് ചെയ്യുന്ന ക്യാൻവാസ് വളരെ കറക്റ്റായിരിക്കണം. അതിൻ്റെ ഈക്വൽ ആദ്യത്തെ ക്യാൻവാസിൻ്റെ ഒറിജിനൽ ക്യാൻവാസിൻ്റെ അതേ ക്യാരക്ടറുള്ള ക്യാൻവാസ് തന്നെ ആയിരിക്കണം നമ്മൾ ബാക്കിൽ നിന്ന് കൊടുക്കുന്ന ക്യാൻവാസും, അല്ലെങ്കിൽ അവർ ഡിഫറെൻ്റായിട്ട് ബിഹേവ് ചെയ്യും. പിന്നെ അത് ലൈനിങ് കൊടുത്തിട്ട് പിന്നെ അയൺ ചെയ്ത് വെക്കും. ആദ്യം നല്ലോണം അയൺ ചെയ്തിട്ട് ഈ രണ്ട് പെയിൻറ്റും ഒറിജിനൽ പെയിൻറ്റ് ലെയറും ഞാൻ ആഡ് ചെയ്യുന്ന ക്യാൻവാസും കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഇൻടാക്റ്റ് ആവും. ഇൻടാക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? പെയിൻറ്റിങ് ഗോട്ട് ഹിസ് ഫിസിക്കൽ പവർ ബാക്ക്. അതിൻ്റെ പവറല്ല, അത് ബാക്കിൽ തിരിച്ചു കിട്ടി. പക്ഷേ ഈ ഓപ്പറേഷൻ അവസാനത്തെ കയ്യെ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇത് നിലനിൽക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഞങ്ങളൊരു മിനിമം ഇൻ്റർവെൻഷൻ നിങ്ങൾ കുറച്ച് ചെയ്യും. നിങ്ങളുടെ വൈദഗ്ധ്യമൊന്നും ഒരു പെയിൻറ്റിങ്ങിൻ്റെ മുകളിൽ കാണിക്കാൻ പാടില്ല. നിങ്ങൾ വളരെ കുറച്ച് ചെയ്യും. എത്രയും കുറച്ച് ചെയ്യുന്നോ അത്രയും ആ പെയിൻറ്റിങ്ങിൽ സേഫ്റ്റിയാണ്. കുറച്ച് മിനിമം വർക്ക് എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ നിലനിൽക്കില്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബാക്കിൽ നിന്ന് വേറൊരു ക്യാൻവാസ് വെച്ച് റീഇൻഫോഴ്സ് ചെയ്യും. അതിന് BWA 371 എന്ന് പറഞ്ഞിട്ടൊരു അതസീവ് എന്ന് പറഞ്ഞ ഒരു തരം പശ, അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് വെച്ചിട്ട് പിന്നെ അയൺ ചെയ്യും. വെസ്റ്റേൺ കൺട്രീസിൽ ഇങ്ങനെയൊന്നും അല്ല. പക്ഷേ നമ്മുടെ ലാബ് അത്ര അഡ്വാൻസ്ഡ് ലാബല്ല. അവർക്ക് വരുന്ന വാക്വം ടേബിൾസൊക്കെ ഉണ്ട്. അവർ ഓട്ടോമാറ്റിക്കലി അത് ഇതായിട്ട് വരും. ഞാൻ ഫില്ല് ചെയ്തു. അതേപോലെ ഞാൻ ഫില്ല് ചെയ്തു. പോളിഫില്ല എന്ന് പറഞ്ഞുള്ള ഫില്ലിമെറ്റ് കൊണ്ട് ഫില്ല് ചെയ്തു. ആഫ്റ്റർ റെസ്റ്റോറേഷൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. താഴ്ഭാഗം അതേപോലെ മാച്ച് ചെയ്ത് കൊണ്ടുവരാൻ ട്രൈ ചെയ്തു. ബിഫോർ ആൻഡ് ആഫ്റ്റർ. സീത ഇതാണ് ഇത് കേർലിങ് വേണ്ട ചുരുണ്ട് അങ്ങനെ പറയുന്നുണ്ട്. ആകെ റോൾ ചെയ്തതിൻ്റെയാണ് ഈ ക്യാൻവാസ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. റോൾ ചെയ്യുന്നൊക്കെ കേർലിങ് മെഷർമെൻറ്റ് അത് ബിഫോർ റെസ്റ്റോറേഷൻ. ഇവിടെ മേജർ കേർലിങ് എന്ന് പറയുന്നുണ്ട് ചുരുണ്ട് പോയിട്ട് രണ്ടും കൂടി ക്യാൻവാസ് തന്നെയാണ് പരസ്പരം ഓവർലാപ്പ് ചെയ്തു. ചുരുണ്ട് പോയിട്ട് കണ്ടു ഓവർലാപ്പ് ചെയ്തുകൊണ്ട് പിന്നെ ആ വിടവ് നമ്മൾ വലിച്ച് നിർത്തണം. ഇതൊക്കെ ക്ലോസപ്പാണ് അതിൻ്റെ. അപ്പം ഞങ്ങൾ ഇതൊക്കെ സ്റ്റഡി ചെയ്യും. ഞാൻ പറഞ്ഞ ഏത് ലെയറിന് എന്തൊക്കെ സംഭവിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞു. ഇതൊക്കെ സ്റ്റഡീസ് ഞങ്ങളുടെ റിപ്പോർട്ടിലുണ്ടാവും. എവിടെയൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ക്ലോസപ്പ് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയും. പല ഭാഗത്തും ക്ലോസപ്പ് ഫോട്ടോഗ്രാഫ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. രവിവർമ്മ പലപ്പോഴും ഫ്രണ്ട് സൈഡിൽ സിഗ്നേച്ചർ ചെയ്യുന്നില്ല. അദ്ദേഹം നിന്നാണ് വലിയ കോയിത്തമ്പുരാൻ പെയിൻറ്റഡ് ബൈ രാജാ രവിവർമ്മ വലിയ കോയിത്തമ്പുരാൻ എന്ന് പറഞ്ഞ പിന്നിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ അത് സിഗ്നേച്ചർ ചെയ്തില്ല. ആയിരുന്നു നമ്മൾ അയാൾ എഴുതിയിട്ടുണ്ടാണ്. രവിവർമ്മ ആൾ എഴുതിയിട്ടുണ്ട് വലിയ കോയിത്തമ്പുരാൻ. അങ്ങനെയാണോ അയാളെ പല ദിക്കിലും ഇത് എഴുതിയിട്ടുണ്ട്. പല ദിക്കിലും പിന്നെ റിപ്പീറ്റേഷനാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഫ്രണ്ടിൽ ചെയ്യുന്നില്ല. അപ്പം ഞാൻ പല പെയിൻറ്റിങ്ങിലും ആർട്ടിസ്റ്റ് അൺനോൺ സീനറി ഈസ് നോട്ട് വിത്ത് കല്യാണം കഴിച്ചിരിക്കുന്നത്. എൽഡസ്റ്റ് റാണിയാണ്. പലപ്പോഴും അദ്ദേഹം ബാക്കിലാണ്. പക്ഷേ ഈ ബാക്കിലും ചിലപ്പോൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ബാക്ക് ക്ലീനിങ് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം വിസിബിളായിട്ട് ഇങ്ങോട്ട് വരുന്നത്. ക്ലീൻ ചെയ്യുമ്പോഴാണ് ഇത് വിസിബിളായിട്ട് വരുന്നത്. അത്രയും ഡസ്റ്റൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ടും ഒരു 100 കൊല്ലം അങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ എന്തെല്ലാം ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. ഓക്കെ സോൾവെൻ്റ് അത് ഞാൻ ആദ്യം പറഞ്ഞ പല ഭാഗത്തും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് എടുത്തു അതിങ്ങനെ സ്ക്വയർ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു. ഇത് കംപ്ലീറ്റ് ലോസ് കംപ്ലീറ്റ് പെയിൻറ്റ് ലോസാണത്. ഇത് അടിഭാഗം എല്ലാം ലോസായിപ്പോയി. ഇപ്പോൾ ഇത് മനസ്സിലായില്ലേ? ക്ലീൻഡ് ഏരിയയും കൂടിയുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ദിസ് ഈസ് ഒറിജിനൽ. ദിസ് ഏരിയ ക്ലീൻ ചെയ്തു വരുന്നു. ക്ലീനിങ് ഇൻ പ്രോഗ്രസ്. അത് ഇത്രയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ പെയിൻറ്റ് ലെയർ സെക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പ്രകാരം പെയിൻറ്റ് ലെയർ കൂടുതൽ താഴേക്ക് വീഴാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് ട്രീറ്റ് ചെയ്യും.
അതായത് ഇനി നോക്കോ എന്തെങ്കിലും ഒരു ഷിവറേജിങ്ങോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെയിൻറ്റിങ് ഇസ് വെരി സെൻസിറ്റീവ്. എന്തെങ്കിലും നിന്നാൽ പെയിൻറ്റിൽ താഴെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വീഴാതിരിക്കാൻ ഞങ്ങൾ ലോക്കൽ ഫേസിങ് കൊടുക്കും. അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ ഫേസിങ്. അതായത് എനിക്ക് ബാക്കിൽ വീണ്ടും ട്രീറ്റ് ചെയ്യണം. അതുപോലെ ഫേസ് ചെയ്തു, എല്ലാ ദിക്കിലും ഫേസ് ചെയ്തു. ഓക്കെ തന്നെ ആ ഫേസിങ് റിമൂവ് ചെയ്തു. എവിടേക്കാണ് എൻ്റെ പെയിൻറ്റ് ലോസ് ഉണ്ട് അതെല്ലാം വളരെ മൈക്രോ ലെവലിൽ അത് ഫില്ല് ചെയ്യണം. ആഫ്റ്റർ റെസ്റ്റോറേഷൻ, ബിഫോർ റെസ്റ്റോറേഷൻ. പക്ഷേ ഇത് വളരെ രസാവഹമായിട്ടൊരു കാര്യമുണ്ട്. ഞാൻ ഈ പെയിൻറ്റിങ് റെസ്റ്റോർ ചെയ്തപ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എന്തോ എൻ്റെ അനാട്ടമിക്കലായിട്ട് എന്തോ ഒരു തെറ്റ് പറ്റിയിരുന്നു, എവിടെയോ തെറ്റ് പറ്റുന്നു. പിന്നെ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേണ്ടത് ആ സമയത്ത് സീത പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. ഈ ഫിഗറിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. പക്ഷേ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് അതിൻ്റെ വിഷ്വൽ ഇമ്പ്രഷൻ കിട്ടി. ഇതാണ് ഞാൻ പറയുന്നത്, ആ പെയിൻറ്റിങ് ചെയ്ത് ആർട്ടിസ്റ്റിനെ പറ്റി അറിഞ്ഞിരിക്കണം. ആ സാഹചര്യം കാടാണോ എന്താണോ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ സ്റ്റഡീസ് നിന്നാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ആർട്ടിസ്റ്റും ചെയ്യപ്പെട്ട പെയിൻറ്റിങ്ങിന് ആളെ പറ്റിയിട്ടും ആർട്ടിസ്റ്റിനെ പറ്റി നമ്മൾ തറവായിട്ട് പഠിച്ചോളണം. ആൾക്ക് മനസ്സിലായോ? ഇവിടെ എനിക്ക് എന്തോ ഒരു ഓക്വേഡ്, എന്തോ ഈ ഫിഗർ കാണുമ്പോൾ നീര് വരുന്നു, എന്തോ കാണുമ്പോൾ ഒരു തൃപ്തിയില്ല. പിന്നെ വളരെ നാൾക്കിന് ശേഷമാണ് ആ ചിന്താവിഷ്ടയായത് ആ സമയത്ത് പ്രഗ്നൻ്റ് ആണെന്നത്. അപ്പോൾ നേച്ചർ അത്രയും മനസ്സിൽ അത്രയും ഏറ്റവും ആ സ്മാളസ്റ്റ് കാര്യങ്ങളോട് കൂടി അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ കോൺസെൻട്രേഷൻ മുഖത്തിൻ്റെ എല്ലാ ഭാവത്തും വരുത്താൻ പോലും അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. വെറുതെ അബ്ഡോമൻ ബന്ധിച്ചിട്ട് കാണിച്ചിട്ടല്ല അയാൾ ചെയ്തിരിക്കുന്നത്. ഓൾ ഫിഗറിന് ആ ഫീലിങ്സ് അയാൾ കൊണ്ടുവരുത്തിയത്. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കേമത്തം. അതിന് അടുത്തത് ഞാൻ പറഞ്ഞു, നമ്മൾ നാക്കറ്റായി ഒബ്സർവേഷനാണ്. പക്ഷേ ഞങ്ങൾ ചിലപ്പോൾ സയൻറ്റിഫിക് എയ്ഡ്സുകൾ പഠിക്കും. സയൻറ്റിഫിക് സാധാരണ ഇതുണ്ട്, മൈക്രോക്രിസ്റ്റൽ സ്റ്റീരിയോ ടൈപ്പ് ക്യാമറയുണ്ട്, എക്സ്റേ ഉണ്ട്, UV ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, പല പല എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഇതിനെ പെയിൻറ്റിങ്ങിന്. എന്തെങ്കിലും ക്രോസ് റോഡ് വരികയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ പ്രതലത്തിൽ മാത്രമേ കളിക്കുള്ളൂ. UV എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് ലെയറിൻ്റെ ഉള്ളിലോട്ട് ഈ റേ പെനിട്രേറ്റ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഇങ്ങോട്ട് കിട്ടും, പെയിൻറ്റിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. എക്സ്റേ നമ്മൾക്ക് മോർ ഡീപ്പാണ്. അപ്പോൾ ക്യാൻവാസിൻ്റെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് കൊണ്ടും അത് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇത് എക്സ്റേ. പക്ഷേ എക്സ്റേ നോക്കുമ്പോൾ അതിന് കുറച്ച് എക്സ്പീരിയൻസ് വേണം. മെഡിക്കൽ ഡോക്ടേഴ്സൊക്കെ കാണുന്നില്ലേ, അവർ ലൈറ്റ് വെച്ചിട്ടുണ്ട്, അതിന് കുറച്ച് എക്സ്പീരിയൻസ് വേണം. അത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. എക്സ്റേ നോക്കി പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ് അത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കുള്ളൂ എന്താണോ കേടുന്നത്. അതിന് കുറച്ചൊരു പ്രാക്ടീസ് വേണം എക്സ്റേ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ. ഇതൊക്കെയാണ് ഞങ്ങളുടെ സയൻറ്റിഫിക് എയ്ഡ്. ഇന്ന് സ്കാനിങ് മെത്തേഡുകളുണ്ട്, ഏറ്റവും വലിയ സ്കാനിങ് മെത്തേഡുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതല്ലേ അണ്ടർ UV റേ. ഇതിപ്പോൾ ഒരാളുടെ ഹിപ്പാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി. ഇവിടെ ക്രാക്ക് വന്നിരിക്കുകയാണ്. ആ ക്രാക്ക് ഇതിന് മുമ്പുള്ള ആരോ റീടച്ച് ചെയ്തു, എന്നിട്ട് പിന്നെ വാർണിഷ് അടിച്ചു. ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ അൾട്രാ വയലറ്റ് റേസ് കൂടെ നോക്കി. അപ്പോൾ അത് വെരി വിസിബിൾ. ഇവിടെ എല്ലാം റീടച്ച് ചെയ്യുന്നു. ക്രാക്ക് ഒരിക്കലും റീടച്ച് ചെയ്യാൻ പാടില്ല. അത് വയസ്സായിട്ടുള്ള ആൾക്കാരെ കണ്ണിനടിയിൽ ഒരു തരം റിംഗ്ലിനെസ് വരും, ദേഹത്തിന് കുറച്ച് ചുളിവ് വരും. അതൊരു ബ്യൂട്ടിയാണ് ആ പെയിൻറ്റിങ്ങിൻ്റെ എസ്തറ്റിക് വാല്യൂ, ആൻറ്റിക്വിറ്റി വാല്യൂ കാണിക്കുന്നതാണത്. ഇത് ഇത്രയും വയസ്സായാൽ ഇത്രയും പഴയതാണെന്നുള്ളത്. പക്ഷേ ക്രാക്ക് ഞങ്ങൾക്ക് ഒരിക്കലും റീടച്ച് ചെയ്യാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ എഴുതി വരും. പക്ഷേ ഇന്ന് മൈക്രോ സർജറി വേണമെങ്കിൽ ചെയ്യാം, പ്ലാസ്റ്റിക് സർജറി കൊണ്ട് നേരേക്കാം. പക്ഷേ ഞങ്ങളത് ചെയ്യില്ല. പക്ഷേ അങ്ങനത്തെ ഇത് വേണമെങ്കിൽ ഞങ്ങൾ ക്രാക്ക് ഒരിക്കലും ഞങ്ങൾ റീടച്ച് ചെയ്യില്ല. അത് അതിൻ്റെ ഒരു ബ്യൂട്ടിയാണത്. ആ പെയിൻറ്റിങ് ഇത്രയും കൊല്ലമായി എന്നുള്ളത് കാണിക്കുന്നതാണ്. പക്ഷേ ഇതിന് മുമ്പത്തെ ചെയ്ത ആളത് ചെയ്തു. പക്ഷേ എൻ്റെ കയ്യിലിട്ടപ്പോൾ ഞാനത് മാറ്റി. ഈ ഫിഗർ കിട്ടിയപ്പോൾ എനിക്ക് എന്തോ മുഖത്ത് സംതിങ് എന്തോ ഒരു തെറ്റുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ നഗ്നമായ കണ്ണുകളൊക്കെ വേണ്ടി എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അൾട്രാ വയലറ്റ് റേസ് കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതുപോലെ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പാച്ച് വർക്ക് ബാക്കിലും കാണുന്നില്ല. പിന്നെ അതെല്ലാം റിമൂവ് ചെയ്ത്. അപ്പോൾ അതാണ് ഈ എക്സ്റേ നമുക്ക് റിവീൽ ചെയ്യണം അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അതിനാണ് നിങ്ങൾ പലപ്പോഴും സയൻറ്റിഫിക് എയ്ഡ്സുകൾ ഉപയോഗിക്കുന്നത്. ഇന്നും ടെക്നിക്ക് ഇന്നും റേ സ്കാനിങ്, റേസ് വെച്ചുള്ള സ്കാനിങ് ആണെന്നൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഇന്ത്യയിൽ വന്നിട്ടില്ല. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ സ്കാനിങ് ആണിപ്പോൾ.
ആ ഇത് ബയോളജിക്കൽ ഗ്രോത്ത്. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിക്ടോറിയ മെമ്മോറിയൽ ജോലി ചെയ്ത്, ഓഫ് കോഴ്സ് ഇത് എന്താണ് കവടിയാറിലല്ല, വിക്ടോറിയ ഞാൻ സയൻറ്റിഫിക് ഇതിൽ കാണിക്കാൻ വേണ്ടി വെച്ചു എന്നുള്ളൂ. കവടിയാർ കൊട്ടാരത്തിലല്ല. ഈ തൂത്ത് വാരുന്ന സ്ത്രീകൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തൂത്ത് വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുണി പെയിൻറ്റിങ്ങിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കും. പക്ഷേ ആ സ്ത്രീ നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഇത്ര ഓക്വേർഡായ ഒരു സാധനം, ഇത്ര അധികം വിസിറ്റേഴ്സ് വരുമ്പോൾ ഈ വൃത്തികെട്ട തുണി കാണണ്ട എന്ന് വിചാരിച്ചിട്ട് പെയിൻറ്റിങ്ങിന് സ്ലോപ്പായിട്ടാണ് പെയിൻറ്റിങ്ങിൻ്റെ അടിയിൽ കൊണ്ടുവച്ചു. ഞാൻ ഒരു കൊല്ലം ഇതിന് ആൻറ്റി ഫംഗസ് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് 6 മാസം കഴിഞ്ഞാൽ വീണ്ടും വരും. വീണ്ടും പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് മോൺസൂൺ അല്ലെങ്കിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അപ്പം തന്നെ മിച്ചത്തിൽ ഓടിക്കൊള്ളണം. എന്തുണ്ടെങ്കിൽ എവിടെയെങ്കിലും മഴ വരുന്നിട്ടുണ്ടാവും, പെയിൻറ്റിങ്ങിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടാവും, വീണിട്ടുണ്ടാവും. ഫസ്റ്റ് മോൺസൂൺ വരുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാനിത് കണ്ടു. ഈ സ്ത്രീ തുടച്ച് വെച്ചിട്ട് ഈ തുണി അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്, മാറ്റാൻ പറഞ്ഞു. പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല. അവൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇത്ര ഒരു വൃത്തികെട്ട സാധനം ഓഡിയൻസ് വരുമ്പോൾ നിലത്തിലുണ്ടാക്കിയിട്ട്. അപ്പോൾ അവിടെ ബയോളജിക്കൽ ഗ്രോത്ത്, ഒരു തരം ബയോളജി ചെടികളാണ് വന്ന് വളർന്ന് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് പിടിച്ചാൽ നാച്ചുറലി അത് പെയിൻറ്റിങ്ങിൽ അഫക്റ്റ് ചെയ്യും. ഇതിൻ്റെ സയൻസ് ടെക്നിക് എന്താണെന്ന് ഞാൻ പറയുന്നത്. ബിഫോർ റെസ്റ്റോറേഷൻ ദമയന്തി ആയിരിക്കും ഇതിൻ്റെ ടൈറ്റിൽ. സാധാരണ ബാക്ക് ഓഫ് ദ പെയിൻറ്റിങ്. അത് ഞാൻ ക്ലോസപ്പ് എന്തിനാണ് ഞങ്ങൾ ക്ലോസപ്പ് ഇടുക? ഞങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടണം. ഇപ്പോൾ 2 തവണയായിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു ഫേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ക്ലോസപ്പ് എടുക്കേണ്ടതാണ് നമുക്ക് അതിനെ കൂടുതൽ ഡീപ്പായിട്ട് അതിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് പല സോൾവെൻറ്റ് ടെസ്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇവിടെ സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ക്ലീനിങ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല. സൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഡൗട്ടായപ്പോൾ ഞാൻ ഫർദർ ക്ലീനിങ് നോക്കിയിട്ട് പിന്നീട് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ എടുക്കാൻ തോന്നും. ഇപ്പം സ്ലൈറ്റ്ലി അപ്പിയറിൻ്റെ റിവ്യൂർ മാന്നതിന് അവിടെ എഴുതിയുണ്ട്. ഇവിടെ ഒരു കാര്യമുണ്ട്, ക്ലീനിങ് ഞങ്ങൾക്ക് പെയിൻറ്റിങ് ഞങ്ങൾ 100% ക്ലീൻ ചെയ്യും. പക്ഷേ ക്ലീനിങ്ങിൻ്റെയും അതിൻ്റെ ചുറ്റുപാടുള്ള ഏരിയ ഞങ്ങൾ ഒരു 60 to 70% ക്ലീൻ ചെയ്യുള്ളൂ. ബിക്കോസ് അതൊരു ഒതൻറ്റിസിറ്റിയാണത്. സിഗ്നേച്ചറിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് തൊടാനുള്ള അധികാരമില്ല. അത് ഫ്യൂച്ചറിന് എന്തെങ്കിലും ഡിഫറൻസിയേഷൻ വേണമെങ്കിൽ അത് ഫേക്ക് പെയിൻറ്റിംഗ് ആണ്, മറ്റേതാണ് ഭയങ്കര കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഒരു 100% പെയിൻറ്റിങ് ക്ലീൻ ചെയ്താലും സിഗ്നേച്ചർ ചെയ്ത ഭാഗവും അതിൻ്റെ സറൗണ്ടിങ് കുറച്ച് ഏരിയയും ഞങ്ങളൊരു 70, 76, 75% ഞങ്ങൾ ക്ലീൻ ചെയ്യുള്ളൂ. പക്ഷേ അതിൻ്റെ ക്ലീൻ ചെയ്താലും ഫുൾ ഏരിയ ക്ലീൻ ചെയ്താലും ഇത് രണ്ടും കൂടി മാച്ച് ചെയ്യാൻ പഠിക്കുന്നതാണ് ഒരു റെസ്റ്റോറൻറ്റ് സ്കില്ല്. ഇത് അവിടെ ചെയ്തിട്ടില്ല എന്നുള്ള പുറമെയുള്ള ഒരാൾക്ക് മനസ്സിലാക്കണം. അവിടെയാണ് ഒരാളുടെ സ്കില്ല്, അത് രണ്ടും കൂടി മാച്ച് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ അവിടെ ഒരു വൃത്തികേട് കാണിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ അത് കുറച്ച് ഡിമിനിഷ്ഡായിട്ട് കണ്ടു. അത് സിഗ്നേച്ചറിൻ്റെ മുകളിൽ തൊട്ടാൻ പാടില്ല. അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രവിവർമ്മ പെയിൻറ്റിങ് ഫേക്ക് പെയിൻറ്റിങ്ങിൻ്റെ വലിയൊരു ബിസിനസ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഞങ്ങളെക്കാട്ടിലും റെസ്റ്റോറൻസിനെക്കാട്ടിലും എക്സ്പെർട്ടേഴ്സാണ് ഫേക്കേഴ്സ്. ഞങ്ങളെക്കാട്ടിലും എക്സ്പെർട്ടാണ്. അവർക്ക് ഈ ടെക്നോളജി ഒക്കെ അറിയാം. അവർ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇത് എടുത്തിട്ട് ഏറ്റവും പഴയ ക്യാൻവാസിൽ പ്രിൻ്റ് ചെയ്ത്, പണ്ട് ഞങ്ങൾ ക്യാൻവാസിൽ പിടിച്ചിട്ട് ഇത് ഇത്രയും പഴക്കമുണ്ട് എന്ന് കണ്ട് പുതിയ ക്യാൻവാസിൽ ഇത് രവിവർമ്മയല്ല എന്ന് പറയും. പക്ഷേ ഇപ്പോൾ അവർ ഏറ്റവും പഴയ ക്യാൻവാസ് കിട്ടിയിട്ട് അതിൽ ഫോട്ടോഷോപ്പ് ചിലത് പ്രിൻ്റ് ചെയ്തിട്ട് വേറെ ആർട്ടിസ്റ്റുമാരെ വെച്ചിട്ട് ഇതേപോലെ പെയിൻറ്റ് ചെയ്യും. ഞങ്ങളെക്കാളും എക്സ്പെർട്ടേഴ്സാണ് ഫേക്ക്, വളരെ എക്സ്പെർട്ടേഴ്സാണ്. പലപ്പോഴും എനിക്കുണ്ട് പറയാണ്ട് രവിവർമ്മയാണ് സർട്ടിഫൈ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഞാൻ സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ആസ് എ കളക്റ്റീവ് സ്റ്റഡി അതിൻ്റെ സയൻറ്റിഫിക് അനാലിസിസ് വേണം. നിങ്ങൾ നാഷണൽ റിസർച്ച് ലാബറട്ടറി ലക്നൗവിൽ പോയിക്കോളൂ, അവിടെ പോയിട്ട് അവർ സയൻറ്റിഫൈ ചെയ്യും. ഞാൻ സയൻറ്റിഫൈ ചെയ്തിട്ടില്ല, സർട്ടിഫൈ ചെയ്തിട്ടില്ല എന്നാണ്. ഞാൻ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പിടിക്കും. ഇതെങ്ങാനും പിന്നെ ഫേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉത്തരവാദിത്വം പറയേണ്ടിയിരുന്ന കാര്യങ്ങൾ. പക്ഷേ കിട്ടും, 5 ലക്ഷം 8 ലക്ഷം കിട്ടും എനിക്ക് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതേവരെ ഞാൻ അതിൽ കൈവച്ചിട്ടില്ല, ചെയ്യില്ല എന്നുള്ള വാശിയാണ്. എക്സ്ക്യൂസ് ചെയ്യും, നിങ്ങൾ നാഷണൽ റിസർച്ച് ലാബറട്ടറി ലക്നൗവിൽ പോയിക്കോളും, നാഷണൽ മ്യൂസിയത്തിൽ പോയി. അവിടെ കളക്റ്റീവ് വർക്ക്, അവിടെ സയൻറ്റിസ്റ്റ് ഉണ്ട്, അതിൻ്റെ പിഗ്മെൻ്റ് അനാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ സർട്ടിഫൈ ഉണ്ടെങ്കിൽ സ്വീകരിച്ചു. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഫേക്ക് ഒരു ഭയങ്കര സംഭവമാണെന്ന്. അതിന് മോഡേൺ ടെക്നോളജി, ഓരോ ഫോട്ടോഷോപ്പുകൾ പഴയ ക്യാൻവാസിലൊരു പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്യാൻവാസ് തൊട്ട് വയ്ക്കുന്ന അതിൻ്റെ അനാലിസിസൊക്കെ നടത്തി കഴിഞ്ഞ് ഇത്രയും പഴയതാണ് എന്നുള്ള ക്യാൻവാസ് അത് കറക്റ്റായിട്ട് കിട്ടും. അത്രയും ഫേക്കേഴ്സാണ് രവിവർമ്മ പെയിൻറ്റിങ്ങിൽ നിന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ആർട്ടിഫാക്റ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ
മാക്സിമം അതിൻ്റെ ഒറിജിനൽ ക്യാരക്ടറിൽ നിങ്ങൾ വെച്ചോളണം. നിങ്ങളൊരു മ്യൂസിയത്തിലോ പ്രൈവറ്റ് കളക്ഷനിലോ എവിടെയുണ്ടോ എന്താണ് ആർട്ടിസ്റ്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതുപോലെ. അല്ലെങ്കിൽ നമ്മൾ ആർട്ടിസ്റ്റിനെ ഒരു വിധത്തിൽ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. അതേതിൽ തന്നെ കൊടുക്കും വെക്കണം. ഇപ്പം എൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ല. വാർണിഷ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ണിൻ്റെ ഷാർപ്പ്നെസ്സും ഇതൊക്കെ വളരെ ക്ലിയറായിട്ട് മനസ്സിലാവില്ലേ. പിന്നെ രസമുണ്ട്, പണ്ടത്തെ ഏതൊരു സിനിമാ പാട്ടുണ്ട്, ഇതൊന്നും ഒരിക്കലും തുണിയല്ല, ഇത് മരവുരി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണോ അന്ന് അതിൽ ധരിച്ചിരുന്നത്. മരവുരി, അതേതൊരു സിനിമാ പാട്ടിൽ വരമരി എടുത്ത് നടക്കുമ്പോൾ എന്നൊക്കെ ഒരു പാട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഐഡിയ കിട്ടിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പാട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഇതെല്ലാം മരവുരിയാണ് വെച്ചിരിക്കുന്നത്, ഒരിക്കലും അത് തുണിയല്ല. അപ്പോൾ അതേ കോൺസെപ്റ്റ് എന്തുകൊണ്ട് അദ്ദേഹം ഇന്നും പഴയ 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 പല ഇതും രവിവർമ്മ ഫിഗർ പരശുരാമൻ്റെയൊക്കെ വരുന്നുണ്ട്, തുണികൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അത്ര പോലും കോൺസെൻട്രേറ്റാണ്. അവിടെ കാട്ടിലാണ് താമസിക്കുന്നത്, അപ്പോൾ മരവുരിയാണ് ചിക്കേണ്ടതെന്നുള്ളത്. അത്രയും നല്ല കോൺസെൻട്രേഷനാണ്. അല്ലേ, ആ മരവുരിയുടെ കറക്റ്റ് ക്യാരക്ടർ വരുന്നുണ്ട്. അതായത് ഒരു തുണിക്ക് ഇത്ര ഫ്ലെക്സിബിലിറ്റി, തുണി ഇതിലേറെ ഫ്ലെക്സിബിലിറ്റിയാണ്. പക്ഷെ മരവുരി ആ ഫ്ലെക്സിബിലിറ്റിയും എലാസ്റ്റിസിറ്റിയും കിട്ടില്ല. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് തന്നെ അത് 1-2 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഐഡിയ തലയിൽ കയറിയുള്ളൂ. ക്ലിയറായിട്ട് ഫില്ലിങ് വേണ്ട അവിടത്തിലൊക്കെ ഫില്ല് ചെയ്തു. ബാക്കിൽ ഇങ്ങനെ പഴയത് ഞാൻ ആദ്യം പറഞ്ഞു, ബാക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിൻസിപ്പ്. ബാക്കിൽ പഴത്ത് നമുക്ക് പഴയ സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. ഇത് ആ ലൈനിങ് റീഇൻഫോഴ്സ് ചെയ്യുന്നത്, അതേ ടെക്നിക്ക് തന്നെ കാണിക്കും. ലോക്കൽ ഫേസിങ് ഫേസ് ചെയ്യണം. അത് ആഫ്റ്റർ അടുത്ത സ്ലൈഡാകുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. ബിഫോർ ആൻഡ് ആഫ്റ്റർ അതിനെ അടുത്ത് മദർ ആൻഡ് ചൈൽഡ് എന്നുള്ള നോട്ട്. ആ എയറോട്ട് വിട്ടൊക്കെ പെയിൻറ്റ് ലോസാണ്, ഫംഗസ് വന്നിരിക്കുന്നത്, മൈക്രോ ഓർഗാനിസം നടക്കുന്നു. ഇതിനൊക്കെ നിങ്ങൾ ആൻറ്റി ഫംഗസ് ആൻറ്റി ഇൻസെക്റ്റാണ് അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നശിച്ചെടുത്ത് അല്ലേ, ഇവിടെ അത് കാണിച്ചു. വളരെ ബ്രൈറ്റ് കളേഴ്സ് വരുന്നത്. അപ്പോൾ അവിടെ ആ ബ്രൗൺ കളർ സാമ്പിളായിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ, അൺക്ലീൻഡ് ഏരിയ. ബാക്കിയുള്ള സ്ഥലങ്ങളും ക്ലീൻഡ് എടുത്തു. ഇവിടെ പെയിൻറ്റിങ് ഫ്ലാക്കിംഗ് എന്ന് പറയും, അതായത് ഇങ്ങനെ പെയിൻറ്റ് ലെയർ ഇങ്ങനെ അടർന്ന് വരും. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു വേറൊരു മെഷീനുണ്ട്. ആ മെഷീൻ വെച്ച് ഞങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യും, അതായത് ആ പെയിൻറ്റ് ലെയറിനെ അറസ്റ്റ് ചെയ്തിട്ട് അതേ ലെവലിലേക്ക് തന്നെ ഞങ്ങൾ കൊണ്ടുവരും. അതിന് കൺസോളിഡേഷൻ അല്ലെങ്കിൽ അറസ്റ്റ് യുവർ പെയിൻറ്റ് ലെയർ, ഫ്ലാക്കറ്റ് പെയിൻറ്റ് ലെയർ എന്ന് പറഞ്ഞിട്ട് അതിന് ടിപ്പിക്കൽ മെഷീൻസാണ് അതിൻ്റെ. അപ്പോൾ ആദ്യം കണ്ടില്ല അവിടെ ലോസ് ഉണ്ട്, അത് പോളിഫില്ല എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊണ്ട് ഫില്ല് ചെയ്തു. ഇവിടെ ഈ ഫില്ലിംഗ് ആണ് പഠിക്കേണ്ടത്, ഏറ്റവും സ്കിൽഡ് വർക്ക് ഫില്ലിംഗ് ആണ്. ശകലം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കളർ മാച്ച് ചെയ്ത് കിട്ടില്ല. പിന്നെ ഇതിനൊരു കാര്യമുണ്ട്, റീടച്ച് ചെയ്യുമ്പോൾ നമ്മളൊരു പിൻ പോയിൻ്റ് ഒറിജിനലിൻ്റെ മുകളിലിട്ട് റീടച്ച് ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാൻ ചിലർ ഒരു ട്രെയിൻഡ് അല്ലാത്തൊരു ആർട്ടിസ്റ്റ്, അവർ ചിലപ്പോൾ ഇത് നന്നായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അവർ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സറൗണ്ടിങ് ഏരിയയൊക്കെ കൊണ്ട് പെയിൻറ്റ് ചെയ്യും. പക്ഷെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എവിടെയാണ് പെയിൻറ്റ് ലോസിനുണ്ട് അവിടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിലത്തെ കുഴപ്പമാണ്. അടുത്ത റെസ്റ്റോർ വന്നു, വേറൊരിത് കണ്ടു, അയാൾ കൂടുതൽ ഏരിയ കവർ ചെയ്യും. പിന്നെ ഈ കവർ ചെയ്ത ഏരിയ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒറിജിനൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു പിൻ പോയിൻ്റ് പോലും ഒറിജിനലിനെ കവർ ചെയ്യാൻ പാടില്ല. ആ ഏരിയ റീടച്ച് ചെയ്തു, അതേപോലെ റീടച്ച് ചെയ്തു. ഇതിനാണ് നമ്മൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ക്യാരക്ടർ നമ്മൾ പഠിച്ചോളണം, അയാളുടെ സ്ട്രോക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് പഠിച്ചോളണം എന്നുള്ളത്. അതൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് ഇത് കിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ തന്നെ 20 കൊല്ലത്തെ സർവീസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് രവിവർമ്മ പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ആഫ്റ്റർ ദിവസം ഒരു കംപ്ലീറ്റ് ആയിട്ട് വന്നു. പ്രേമം ആദ്യം കണ്ടില്ല, അത് വളരെ പ്രേമം ഞങ്ങൾ ചെയ്യും. പക്ഷേ ഇവിടുത്തെ എന്താണ് കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് ഫോറിൻ കൺട്രീസിനൊക്കെ ഇതിനൊക്കെ എക്സ്പെർട്ടൈസാണ്. ഫ്രെയിം വർക്കിന് വേറൊരു, ഇപ്പോൾ റീവാർണിഷിംഗ് എന്ന വേറൊരു സെക്ഷൻ. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഇതിൽ നമ്മളെല്ലാം ചെയ്യേണ്ടി വരും. എനിക്കത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഒരു കാര്യവും നടക്കില്ല. നമ്മളെല്ലാം ചെയ്യുന്നത്, എല്ലാം പഠിക്കേണ്ടി വരും. ആഫ്റ്റർ റെസ്റ്റോറേഷൻ അത് അതേപോലെ എടുത്തു. ബിഫോർ ആൻഡ് ആഫ്റ്റർ ജട്ടായുബോധം.
ഇത്രയും അത് പെയിൻറ്റ് താഴെ വീണ് പോയി. മുകളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തു. ഡിറ്റാച്ച് ചെയ്താണെങ്കിൽ വളരെ വിഷമത്തോടെ എനിക്ക് പേടിയുണ്ടായിരുന്നു ഇറക്കുമ്പോൾ എല്ലാം കൂടെ കൊളാപ്സ് ചെയ്ത് വീഴും. പക്ഷെ വളരെ താഴെ ഇറക്കിയിട്ടു. നെക്സ്റ്റ് ആ ഫ്രെയിം ഒന്ന് മാറ്റിയിട്ട് കണ്ടല്ലോ ഇത്രയും ഡിറ്റോറിയേറ്റ് ഡെക്കെ അത്രയും നാശമായി പോയിട്ടുള്ള അടി ഭാഗങ്ങളൊക്കെ പോയിട്ട് എന്തൊക്കെയോ ആരൊക്കെയോ പേപ്പറൊക്കെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു അതിൻ്റെ മുകളിൽ. പക്ഷെ അതിനൊക്കെ റിമൂവ് ചെയ്യും. ഫംഗസ്, ഗ്രേറ്റ് ഫംഗസ് അറ്റാക്ക്. അതൊരു ക്ലോസപ്പ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ടെർമിറ്റ്സ് മതി. ഇത് ഒരു തരം ഇൻസെക്റ്റ് അറ്റാക്കാണ്. ഇത് സാധാരണ വരുന്ന മരത്തിലാണ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് തുടങ്ങുക. പിന്നെ അവരുടെ നല്ല ഫുഡ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അവർ റീപ്രൊഡക്ഷൻ ഭയങ്കര ഫാസ്റ്റ് റേഞ്ചിലാണ് നടത്തി കഴിഞ്ഞാൽ പിന്നെ പെയിൻറ്റ് ലെയറിൻ്റെ മുകളിലെ ബാക്കിലെല്ലാം ഈ ഇൻസെക്റ്റ് അറ്റാക്കാണ്. അപ്പോൾ അതിനാദ്യം ആൻറ്റി ഇൻസെക്ടിസൈഡ് ഇട്ട് തന്നെ അതിനും ഇത് ചെയ്യും. പിന്നെ ആൻറ്റി ഇൻസെക്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ മോഡേൺ കൺസർവേറ്റേഴ്സ് ഞങ്ങൾക്ക് ആർട്ടിസ്റ്റിന് ഒരു കൺസർവേറ്റർക്ക് ഒരു റെസ്റ്റോറേഷന് ഒരു ലിവിങ് തിങ്സിനെയും കൊല്ലാനുള്ള അധികാരമില്ല. കൊല്ലാനും മാക്സിമം അത് അറ്റാക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അതെന്തോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പറയുന്നത് എക്കോളജിക്കൽ ബാലൻസ് അല്ലെങ്കിൽ ഫുഡ് ചെയ്യുന്ന ഇവിടെ തവള പാമ്പിനെ പിടിക്കുന്നു, പാമ്പിനെ മറ്റേ പിടിക്കുന്നു, നമ്മുടെ എക്കോളജിക്കൽ ബാലൻസൊക്കെ പോകും. കഴിയുന്നതും കൊല്ലാതിരിക്കുക. നിങ്ങൾ മാക്സിമം റിപ്പലൻ്റ് ഉപയോഗിക്കുക. റിപ്പലൻ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കെമിക്കൽസ്, പിന്നെ ആ കെമിക്കൽസിൻ്റെ മണം കണ്ട് ഇവയെല്ലാം തിരിച്ചു പോകും. അല്ലാണ്ട് നമുക്കൊരു ലിവിങ്സിൻ്റെയും ജീവൻ ഒടുക്കാനുള്ള അധികാരം കൺസർവേറ്റർക്കില്ല. നെക്സ്റ്റ് കണ്ട ഇവിടെ നിന്നാണ് അത് മൾട്ടിപ്ലൈ ചെയ്ത് വന്നത്. ഈ ഹോളിലായിരുന്നു അതിൻ്റെ അവിടെ നിന്നാണ് റീപ്രൊഡക്ഷൻ. ഫേവറേറ്റ് ഫുഡ് അവൈലബിൾ ആകുമ്പോൾ ഫാസ്റ്റ് റീപ്രൊഡക്ഷൻ നടക്കും. അത് ആ പിള്ളേരിനെ എല്ലാം ബാധിച്ചു, ബാക്കിലൊക്കെ ബാധിച്ചു. ഓക്കെ കണ്ടല്ലേ. പിന്നെ അത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഫ്ലാറ്റനിങ് എന്നൊക്കെ പറഞ്ഞാൽ. അതിൻ്റെ അസിസ്റ്റ് ടെക്നിക്കൽ ആസ്പെക്റ്റാണ്. ഹോൾഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോൾഡർ അവിടെ ഇങ്ങനെ നിൽക്കും. പക്ഷേ അത് നമ്മൾ പ്രഷർ കൊടുത്ത് എക്സാക്റ്റായിട്ട് ഫ്ലാറ്റാക്കി എടുക്കണം. എന്നാലേ നമുക്ക് അടുത്ത വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പാച്ച് വർക്ക് എല്ലാ ഇതിലും കാണുന്നത് അതുപോലെ തന്നെ അതുപോലെയുണ്ട്. ആഫ്റ്റർ റെസ്റ്റോറേഷൻ ഇതിലൊരു രസാഹമായിട്ട് രവിവർമ്മൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എത്രയും വിശ്വാസയോഗ്യമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. രവിവർമ്മ ഈ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം വളരെ ബ്ലഡിഷ്, എല്ലാ രക്തവും ഇതൊക്കെ ആയിട്ട് ജടാവിനെ വെട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാ ദിക്കിലും രക്തവും ഇതൊക്കെ ആയിരുന്നു. അപ്പോഴും സീതയുടെ കംപ്ലീറ്റ് ഡ്രോയിങ് അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം ഭയങ്കര കൺഫ്യൂഷനാണ്. എങ്ങനെ ചെയ്യണം സീത, ഇത്ര ഹൈറ്റിലാണ് ഇത് കൊണ്ടുപോകുന്നതല്ല, എത്ര ഹൈറ്റിലാണ്, എങ്ങനെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കൊച്ചു കുട്ടികൾ പെട്ടെന്ന് 4-5 കുട്ടികൾ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഈ ബ്ലാഡിഷ് ഇത്രയും രക്തം കണ്ടപ്പോൾ അവർ കണ്ണുപൊത്തി, അയ്യോ എന്ന് പറഞ്ഞിട്ട് കണ്ണുപൊത്തി. അതിന് പെട്ടെന്ന് ഐഡിയ കിട്ടി സീതയുടെ കയ്യിൽ കൊത്തി ഇങ്ങനെ വെക്കണം എന്നുള്ളത്. ആഫ്റ്റർ ആൻഡ് ബിഫോർ റെസ്റ്റോറേഷൻ. പിന്നെ ഇതിലൊരു കാര്യമുണ്ട്, റെസ്റ്റോറേഷൻ ഈസ് നോട്ട് എ ബ്യൂട്ടിഫിക്കേഷൻ. സൗന്ദര്യം ഉണ്ടാക്കി കൊടുക്കല്ല റെസ്റ്റോറേഷൻ ചെയ്യണം. നമ്മൾ ഒരിക്കലും ഒരു ബ്യൂട്ടി സെൻസ് അതിൽ ഇതുണ്ട്. നമ്മളതിൻ്റെ ഫിസിക്കലും കെമിക്കൽ സ്ട്രെങ്ത്തിനും പണ്ടുണ്ടായിരുന്ന പോലെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. അല്ലാണ്ട് ബ്യൂട്ടിഫിക്കേഷനും വളരെ നമ്മളേതായിട്ടുള്ള സ്കില്ല് കാണിക്കുക, കളർ നല്ല കളറിട്ട് ബ്രൈറ്റ് ആക്കുക, അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ ഇന്ന് മാറി, ഇന്ന് കമേഴ്ഷ്യൽ റെസ്റ്റോറേഷൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളെപ്പോലെ പഴയുള്ള ആൾക്കാർ അത് ഇന്നും ഉറച്ചു നിൽക്കും. അതായത് മ്യൂസിയം റെസ്റ്റോറേഷനും കൺസർവേഷൻ റെസ്റ്റോറേഷനും വളരെ വ്യത്യാസമുണ്ട്. ഇന്ന് ബോംബെയിലൊക്കെ പ്രൈവറ്റ് കൺസർവേഷൻ റെസ്റ്റോറൻറ്റ്. പക്ഷേ അവർക്ക് എന്താണ് കുഴപ്പം, അവർക്ക് ടൈം ബൗണ്ടാണ്. ഒരു പെയിൻറ്റിങ് വന്നാൽ ഞാൻ 3 മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് തിരിച്ചു കിട്ടണം. പിന്നെ ക്ലയൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അവർ ബ്യൂട്ടിഫിക്കേഷൻ നടത്തും. പക്ഷെ ഒരു മ്യൂസിയം കൺസർവേറ്റർ, ഒരു നല്ല മ്യൂസിയത്തിലെ കൺസർവേറ്റർ, നല്ല മ്യൂസിയത്തിലുള്ള റെസ്റ്റോറൻറ്റ് ഒരിക്കലും അത് ചെയ്യില്ല. ഞങ്ങൾക്ക് ടൈം ബൗണ്ടില്ല. ഞങ്ങൾക്ക് വേണ്ട ധാരാളം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഇമ്പോർട്ട് ചെയ്യാൻ മെറ്റീരിയൽസ് ഉണ്ട്. ഞങ്ങളത് ഒരിക്കലും ചെയ്യില്ല. വളരെ വ്യത്യാസമായിട്ടുള്ളൊരു പോയിൻ്റാണത്. ഇതാണ് ഈ സെക്ഷനിലെ ഏറ്റവും വലിയ ഈ പെയിൻറ്റിങ്ങിൻ്റെ വില കണ്ടു. ഹിയർ കംസ് കപ്പ. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പെയിൻറ്റിങ്ങാണ്. ഇതിൻ്റെ വില ഇന്ന് 34 crore rupees ഈ പെയിൻറ്റിങ്ങിൻ്റെ വില. 34 crores. ഇത് തുടങ്ങുമ്പോൾ പ്രിൻസസ് ചോദിച്ചു ഇതിൻ്റെ വില ഇത്രയാണ്, ചെയ്യാൻ ധൈര്യം കിട്ടിയ വിഷയം. ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻറ്റിങ്ങിൻ്റെ വില കൂട്ടില്ല, എനിക്കിത് കുഴപ്പമൊന്നുമില്ല, അത് എത്രയും കേടുമൊന്നുമില്ല, അതിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. പെയിൻറ്റിങ് എന്ത് വിലയായിക്കോട്ടെ, ഐ എം നോട്ട് ബോദർ അബൌട്ട് ഇട്ട്. ഇത്രയുള്ളൂ. ഇതാണ് പിന്നെ അബദ്ധമായിട്ട് ചെയ്യുന്നത്.
അപ്പോൾ ഈ ബാഡ് ഫോട്ടോഗ്രാഫി അത്ര ചെയ്തില്ല. ഇതിലൊരു ആർഗ്യുമെൻ്റ് വന്നു, ഇവരുടെ ഈ കൊട്ടാരത്തിൽ ഇതിനെങ്ങനെ ഇവിടെ ഒരു നായ വന്നു ഞങ്ങൾ പരിസരത്ത് നായക്കളെയൊന്നും ഞങ്ങൾ പരിസരത്തായിട്ട് അടുപ്പിക്കില്ല, പിന്നെ എങ്ങനെ ഇവിടെ ഒരു നായ വന്നു, ഇത് ലേറ്റർ അഡീഷനാണെന്ന് അവിടുത്തെ മേജർ പ്രിൻസസ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ, എനിക്കൊരു 10-20 ദിവസം തരും, ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പിന്നെ UV റേസിനെ കൊണ്ടുപോയിട്ട് ഞാനതെല്ലാം അനലൈസ് ചെയ്യാൻ പറ്റും. ഒന്നുമല്ല, അത് രവിവർമ്മ അവരുടെ ഒറിജിനൽ പെയിൻറ്റിങ്ങാണ്. പക്ഷെ അവർ ആർഗ്യൊന്നുമില്ല, ഞങ്ങളുടെ അടുത്ത് ഇത്ര നായ വരില്ല. അത് അവരുടെ അൺടച്ചബിലിറ്റി അന്നത്തെ അവരുടെ അതുപോലെ അത് ആദ്യം വിഷ്വലൈസ് ചെയ്തിട്ടുള്ള നായ തന്നെയാണത്. ഓക്കെ, ഇത് രാജകുടുംബത്തിലെ ഒരു അംഗമാണെന്നുള്ള ഇത് രവിവർമ്മയുടെ കൊച്ചുമോള്, രവിവർമ്മയുടെ കൊച്ചുമോളാണ്. അത് എന്താ അവരുടെ പേര്, അത് അതിന് ഹിസ്റ്റോറിക്കൽ ഹിയർ കംസ് അപ്പം ഈ സ്ത്രീ യജമാനെ കാത്തിരിക്കുന്നു, ആ സ്ത്രീ ഭർത്താവിനെ കാത്തിരിക്കുന്നു, കുട്ടി അച്ഛനെ കാത്തിരിക്കുന്നു, നായ സ്വന്തം യജമാനെ കാത്തിരിക്കുന്നു. അതാണ് ഈ മീനിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി. 3 കൺസെപ്റ്റ് അയാൾ കൊണ്ടുവരാൻ നോക്കി എന്നുള്ളതാണ്. ഇതിന് ഇന്ന് 34 അന്നാണ് പറഞ്ഞപ്പോൾ ഇന്നത് എല്ലാവരും വില കൂടി കാണും. ഇതാണ് ഞാൻ ക്ലോസപ്പ് എടുത്തപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല, ലൈറ്റർ അഡീഷൻ അല്ല നായ. ആസ് യൂഷ്വൽ അവിടെ അവിടെ അൺക്ലീൻഡാണ്. അദ്ദേഹം അവിടെ സൈൻ ചെയ്തിട്ടുണ്ട്, 1893 അവിടെ സൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എടുത്തു. വളരെ പ്യുവർ വൈറ്റ് കിട്ടി, ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്യുവർ വൈറ്റ് കിട്ടി. അല്ല വ്യത്യാസമുണ്ടല്ലേ. അപ്പോൾ നമ്മൾ എന്തിനാണ് പെയിൻറ്റിങ് റെസ്റ്റോർ ചെയ്യുന്നത്? ആർട്ടിസ്റ്റിൻ്റെ ഒറിജിനൽ അറ്റംപ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് പണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഫേസിങ്. ഇത് പിന്നെ ബാക്ക് ഇത്രയും ഡിറ്റോറിയേറ്റ്, ഇത്രയും പരിതാപകരമായൊരു അവസ്ഥയിലായിരുന്നു ഈ പെയിൻറ്റിങ്ങിൻ്റെ ബാക്ക്. ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ ബാക്കിൽ നിന്ന് ക്യാൻവാസ് റീഇൻഫോഴ്സ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടില്ലേ, കൊല്ലങ്ങളോളം 100 കൊല്ലം അനക്കാതെ വെച്ചിരുന്നതിൽ എത്ര ഡസ്റ്റ് അക്യുമുലേഷൻ ഉണ്ടാവും. ഇങ്ങനെ ഡസ്റ്റ് അക്യുമുലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? നമ്മൾ റൈനി സീസണിൽ അറ്റ്മോസ്ഫിയറിന് മോയ്സ്ചർ അബ്സോർവ് ചെയ്യും. ഈ മോയ്സ്ചർ അബ്സോർവ് ചെയ്യുന്ന പെയിൻറ്റിങ്ങിലൊക്കെ ഒരു ഡാംപ്ഡ് സിറ്റുവേഷൻ എന്ന് പറയും. അത് വളരെയധികം പെയിൻറ്റിനും ഇത് ചെയ്യും. അത് ബാക്കും അതുപോലെ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, അതിന് പ്ലാറ്റിനി സിസ്റ്റം ഞാൻ ഓരോ സ്ലൈഡും എങ്ങനെയാണ് ആദ്യം പ്ലാറ്റിൻ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മളിപ്പോൾ ഒരു പെയിൻറ്റിങ് ഇതിന് ആണി അടിച്ച 4 ഭാഗത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഏരിയ ഇസ് വെരി ഡാർക്ക്. പെട്ടെന്ന് നമ്മളിതിനെ പ്ലാറ്റിൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊട്ടും, ദാറ്റ് വിൽ ബി ബ്രേക്ക്, എല്ലാ അടിച്ചും പൊട്ടിപ്പോവും. അപ്പോൾ അതിനെ ഞങ്ങൾ മോയ്സ്ചർ ചെയ്യും. ബ്ലോട്ടിംഗ് പേപ്പർ എടുത്തിട്ട് പണ്ടത്തെ ഞങ്ങളൊക്കെ എഴുതുമ്പോൾ മഷി വെച്ച് എഴുതുമ്പോൾ ഒരു തരം ഇത് വെച്ചിട്ട് എഴുതും. അതിനുള്ള ബ്ലോട്ടിംഗ് പേപ്പർ ഉണ്ട്. ആ ബ്ലോട്ടിംഗ് വെച്ചിട്ട് സ്വല്പം എല്ലാ ദിക്കിലും എന്നെ ബ്ലോട്ടിങ് കൊടുത്തിട്ട് ഈ ബ്ലോട്ടിങ്ങിൽ നിന്ന് ഈ 4 എഡ്ജസ് ഓഫ് ദ ക്യാൻവാസ് ഇങ്ങനെ മോയ്സ്ചറിനെ അബ്സോർവ് ചെയ്യും. പിന്നെ മെല്ലെ കൈകൊണ്ട് മെല്ലെ പാറ്റേൺ കൊണ്ടുവന്ന് വേണം. പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അറ്റത്തും പൊട്ടിപ്പോവും. പിന്നെ അതിനെ ഫ്ലാറ്റിന് പിന്നെ അണ്ടർ പ്രഷറിൽ വയ്ക്കും. അതവിടെ ഇവിടെ കൺസോളിഡേഷൻ വന്ന് ഇത് റിമൂവിങ് ദ ഫേസ്. ഇതൊരു ടെക്നിക്ക് അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഫിഗർ. ഇത്രയും പെയിൻ ലോസാണ് അതിൻ്റെ ഒറിജിനൽ ലോസ്. അതേപോലെ ഞാൻ ഫിൽ ചെയ്തു, പൊളി ഫില്ലാതെന്ന് വേണ്ട അതേപോലെ ഫിൽ ചെയ്തു. ഓക്കെ, ബാക്കിയുള്ള അവിടെ റീടച്ച് ചെയ്യാതിരിക്കുന്നു. ക്ലോസപ്പ് കാണിക്കും, കണ്ടോ? ഇപ്പം ഞാൻ അവിടെ ലോസ് എവിടെയാണ് ഇൻപെയിൻറ്റ് ചെയ്തത്, എവിടെ റീപെയിൻറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനി ഈ റീടച്ചിങ്ങിന് ഇന്ന് വളരെ കോൺട്രവേഴ്സി നടക്കുന്ന ഒരു സംഭവമാണ് എന്താണ് റീടച്ചിങ് എന്നുള്ളത്. റീടച്ചിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല റെസ്റ്റോറേഴ്സും എൻ്റെ ജൂനിയേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ സ്കില്ല് കാണിക്കാൻ വേണ്ടി ഇത് പരിപൂർണമായിട്ടുള്ള മാച്ച് ചെയ്യാൻ നോക്കും. പക്ഷേ ഞാനൊരു സൂത്രം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആന മാച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ മ്യൂസിയത്തിൽ നിത്യപരിചയത്തിലുള്ള ആൾക്കാർക്ക് കണ്ണ് പബ്ലിക്കിൻ്റെ കണ്ണായിരിക്കും, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ നിത്യപരിചയമുള്ള ഒരാൾക്ക് ഇവിടെ റീടച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റ് ഇൻഡിക്കേഷൻ കൊടുക്കുകയാണ്.
പക്ഷെ പബ്ലിക്കിന് ഐഡിയ ചെയ്യണം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, അത് മാച്ച് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത്. അതിന് സ്കില്ലാണ്, അത് റീടച്ചിങ് സ്കില്ലാണത്. അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത റെസ്റ്റോറേഷന് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് എൻ്റെ മിനിമമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് വളരെ 20 അടി ഇതിന് പറയുന്നത് മ്യൂസിയം മാനേജ്മെൻറ്റ് അത് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളൊരു സംഭവം കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിനെ ഇറക്കി ഫൈനൽ ഔട്ട്ലുക്കുകൾ എങ്ങനെ കൊണ്ടുവരണം, അതായത് അത് കുറേ കാലത്ത് വരുമ്പോൾ എന്നാണ് കൺസർവേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അതെങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുവരണം. 20 അടി ഉയരത്തിലുള്ള 18 അടി ഉയരത്തിലുള്ള ഒരു പെയിൻറ്റിങ്ങിന് താഴെ ഇറക്കുവാണ് ഞങ്ങൾ. രണ്ടും കയറും ഇതൊക്കെ വെച്ചിട്ട് താഴെ ഇറക്കണം. ഹൈക്കോർട്ടിലത്തെ ആദ്യത്തെ ജഡ്ജായിരുന്നു, കൽക്കട്ട ഹൈക്കോർട്ടിലെ ആദ്യത്തെ ജഡ്ജ്. ആ പെയിൻറ്റിങ്ങിനെ താഴെ ഇറക്കുന്നതാണ്. ഓക്കെ, പിന്നെ ആൾക്കാർ കയറുന്നു, ആൾക്കാർ മെല്ലെ ക്രെയിനൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ താഴെ ഇറക്കിയെടുക്കുന്നത് ബിഫോർ റെസ്റ്റോറേഷൻ. ഓക്കെ, അല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിൽ ഒരു ക്യാൻവാസിൽ ഒതുങ്ങിയില്ല, ഇത് മെയിൻ ക്യാൻവാസ്, പിന്നെ വേറൊരു ക്യാൻവാസ് താഴെ ആഡ് ചെയ്തു, ഇവിടുന്ന് വേറൊരു ക്യാൻവാസ് ഇവിടെ നിന്ന് കൊടുത്തു. അപ്പോൾ 3 ക്യാൻവാസ് ജോയിൻ ടുഗദർ, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് അത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ആണല്ലോ, അവിടെ നമ്മുടെ ചെരുപ്പ് കുത്തികൾ ഉപയോഗിക്കുന്നില്ലേ, ആ സൂചി വെച്ച് അവർ നൂല് വെച്ച് ചെയ്തിരിക്കുന്നു. സംബന്ധിച്ച് ക്രോസ് കാണുന്നില്ലേ, ചെരുപ്പ് കുത്തികൾ വെച്ചിരിക്കുന്ന നൂല് വെച്ചിട്ട് എന്തുമല്ല ക്യാൻവാസ് അവിടെ ലോസ് ചെയ്തപ്പോൾ അഡീഷണൽ ക്യാൻവാസ് വെച്ച് വേറൊരു ക്യാൻവാസ് വെച്ച് ചെരുപ്പ് കുത്തികൾ ഇരിക്കുന്ന നൂല് വരെ തുന്നി. പക്ഷെ അത് എടുത്തു കളഞ്ഞു, റിമൂവ് എടുത്തു കളഞ്ഞത്. അതിൽ വളരെ വിസിബിളാണത്. ഓക്കെ, ക്യാൻവാസിന് ഒരു ഭാഗം കീറി പൊളിഞ്ഞിട്ട് ഓവർലാപ്പ് ചെയ്തു, ഒരു 1/4 അങ്ങോട്ട് പോയിട്ടുണ്ട്, ഓവർലാപ്പിങ് മറിഞ്ഞു വീണു. ഓക്കെ, അതൊക്കെ സെക്യൂർ ചെയ്യണം, പെയിൻറ്റ് ലെയർ സെക്യൂർ ചെയ്യണം. ഇനി നമ്മുടെ കയ്യിൽ ഒരു റെസ്റ്റോറൻറ്റ് കയ്യിൽ ഒരു പെയിൻറ്റിങ് കേട് വരുന്നുണ്ട്, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ക്രൈം എന്നാണ് പറയുക. എൻ്റെ കയ്യിലൊരു പെയിൻറ്റിങ് വന്ന് ഞാൻ എന്തെങ്കിലും അതിലൊരു ഡാമേജ് വരുത്തുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ക്രൈം, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്രീകോഷണറി മെഷർ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ തരത്തിലും ചെയ്യും. ഇതൊരു തരം ലോക്കൽ പേസ്റ്റിംഗ് ആണ്, ഞാൻ അവിടെ പെയിൻറ്റ് അടർന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പേസ്റ്റ് ചെയ്യാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് റിമൂവ് ചെയ്യും. സെക്യൂർ ദ പെയിൻറ്റ് ലെയർ, സംരക്ഷിക്കുന്നു, പെയിൻറ്റ് ലെയറിനെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബാക്കിലൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് പിന്നെ അന്നത്തെ എൻ്റെ ടീം വർക്കാണ്. അസിസ്റ്റൻസും എല്ലാവരും കൂടിയിട്ട് ചെയ്ത് പലപ്പോഴും ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഇതൊരു കളക്റ്റീവ് സേവ്, നമ്മൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എനിക്കെല്ലാം ചെയ്യാൻ പറ്റും വേണ്ട, അങ്ങനെ ഒരിക്കലുമില്ല. ഞങ്ങൾ ആർട്ടിസ്റ്റോറിയം വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ഏതൊക്കെ പീരീഡ്, എല്ലാം പീരീഡൊന്നും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതല്ലാതെ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് വല്ലാണ്ട് ആർട്ടിസ്റ്റുകളുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രധാന കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ഞങ്ങൾ പല ആൾക്കാരായിട്ട് കൺസൾട്ട് ചെയ്യും, ഏത് പീരീഡിൽ എങ്ങനെ ഇവിടെ വന്നു അതുള്ളതൊക്കെ കൺസൾട്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു കൺസൾട്ടേഷൻ, എന്നിട്ട് പിന്നെ ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്യാണ്. ശരി, ക്ലോസ്, അതൊരു ക്ലോസ് എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ സെക്യൂറിങ്, പെയിൻറ്റ് എലി അടർന്ന് വീഴാതിരിക്കാൻ വേണ്ടി അതിനെ ഇരിക്കുന്നു. ഇത് സംശയം തോന്നി UV റേസ് കൂടെ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കിട്ടി. എല്ലാം UV ഒബ്സർവേഷൻ. അതായത് നമ്മൾ ഏത് പെയിൻറ്റ് ലെയറിനെ പറ്റി നമ്മൾക്ക് മനസ്സിലാവാൻ പറ്റിയില്ല, നേക്കറ്റ് ആയതുകൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സയൻറ്റിഫിക് എയ്ഡ്സ് ഉപയോഗിക്കും. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ അപ്പോൾ തന്നെ അതിൻ്റെ കണ്ടീഷൻ എഴുതിക്കൊണ്ടിരിക്കും. ഓക്കെ, അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഇപ്പം അതിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പെയിൻറ്റിങ്ങും രവിവർമ്മ പെയിൻറ്റിങ്ങും നിങ്ങളൊരു മെൻ്റലി ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി നോക്ക്. ഇതൊരു ബ്രിട്ടീഷ് ആർട്ടിസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. രവിവർമ്മ ചെയ്തൊരു പെയിൻറ്റിങ്ങും ഈ പെയിൻറ്റിങ്ങും ഒരു മെൻ്റൽ കമ്പാരിസൺ നടത്തി നോക്കിയപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും രവിവർമ്മ എത്ര മഹാനായിരുന്നു എന്നുള്ളത്. ഓക്കെ, അതൊക്കെ ക്രാക്കഡ്, അതൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നു. ഇത് ഫോട്ടോഗ്രാഫിക് എവിഡൻസ് എല്ലാം ഞങ്ങൾ ശേഖരിച്ച് വെക്കും. എല്ലാ ഫോട്ടോഗ്രാഫിക് എവിഡൻസ് കയ്യിലുണ്ടായിരിക്കണം, കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ ചെയ്തിട്ട്. ഓക്കെ, പിന്നെ ഗ്രാജുവലി ക്ലെയിം ചെയ്യുന്നു.
ആ പെയിൻറ്റിങ്ങിനായിട്ട് ഞാൻ ഇരിക്കുന്നു, അത്രയും ഇനി ഉയരത്തിലാണ് ആ പെയിൻറ്റിങ് കിടക്കുന്നത്. പിന്നെ പെയിൻ ലെയർ പോയതാണ് അതോടെ. ഇതൊക്കെ റീടച്ച് ചെയ്ത് എവിടെ റീടച്ച് ചെയ്തതൊന്നും മനസ്സിലാവില്ല, ഒരാൾക്കും മനസ്സിലാവില്ല എവിടെ ഞാൻ റീടച്ച് ചെയ്തുകൊണ്ട്. ഓക്കെ, അല്ലേ. പിന്നെ ഇവിടെ അൺവാണ്ടഡ് അതിൻ്റെ മുമ്പ് ആരോ ചെയ്തിരുന്നു, അതെല്ലാം ഞാൻ റിമൂവ് ചെയ്തു. നിങ്ങളെ സ്കാർപ്പിൾ ബ്ലേഡ്, ബയോളജി സ്റ്റുഡൻസിനൊക്കെ അറിയുണ്ടാവും, സ്കാർപ്പിൾ ബ്ലേഡ് എന്നൊരു ഓപ്പറേഷൻ ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് കൊണ്ട് എല്ലാം എടുത്ത് റിമൂവ് ചെയ്തു. ഇതിൻ്റെ ലേറ്റർ എഡിഷൻ, ഇതിൻ്റെ മുമ്പ് ചെയ്തുള്ള ലേറ്റർ എഡിഷൻ എല്ലാം റിമൂവ് ചെയ്തു. പിന്നെ ഫേസിങ് ഇതായിരുന്നു ആ പെയിൻറ്റിങ്ങിൻ്റെ ബാക്കിലെ അവസ്ഥ. കീറിപ്പൊളിഞ്ഞ്, എല്ലാത്തിലും കീറിപ്പൊളിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പേര് ബാക്ക് കവർ കൊടുത്തു. ആ കവർ മാറ്റുന്നതാണ്. അതായത് ഇതിലേക്ക് കീറി അങ്ങനെയൊക്കെ കീറിപ്പൊളിഞ്ഞു, ഇങ്ങോട്ട് കീറിപ്പൊളിഞ്ഞു. ഓക്കെ, റിമൂവ് ചെയ്തപ്പോഴാണ് അത്രയും ഡസ്റ്റ് അവിടെ കാണുന്നത്. പിന്നെ ആ ഫ്രെയിം എടുത്ത് മാറ്റുകയാണ്. അത്രയും വലിയൊരു ഫ്രെയിം ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 5-8 പേര് കൂടിയിട്ട് അതിനെ ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് ആക്കുന്നത്, ബാക്കിലേക്ക് വയ്ക്കുന്നത്. കണ്ടല്ലേ ഇത്രയും ഡാമേജാണ് പെയിൻറ്റിങ്. ലൈൻ ഈ പെയിൻറ്റിങ് ഇതിന് മുമ്പ് ഞാൻ ചെയ്തതിൻ്റെ അവർ ലൈൻ ചെയ്തിരുന്നു, റീഇൻഫോഴ്സ് ചെയ്തിരുന്നു. പക്ഷെ അത് ഒരു വെരി ബാഡ് കണ്ടീഷനായിരുന്നു. അതിനെ വീണ്ടും റിമൂവ് ചെയ്തു. അടുത്തടുത്ത് അവിടെ ഒരു സിൽവർ ഫിഷ് എന്നിട്ട് ഒരാൾ ഒളിച്ചിരുന്നായിരുന്നു. സിൽവർ ഫിഷ്, അവനെയും റിമൂവ് ചെയ്തു. ആ വട്ടത്തിലിട്ടിരിക്കുന്നത് സിൽവർ ഫിഷാണ്, അയാളെയും റിമൂവ് ചെയ്തു. ഇതാണ് ഞങ്ങൾ കൺസോളിഡേറ്റ് ഞങ്ങൾ റീഇൻഫോഴ്സ് ചെയ്യുന്നു ബാക്കിൽ നിന്ന്. അതിൻ്റെ ഒരു സയൻറ്റിഫിക് ചെറിയ ചെറിയ സ്പാച്ചുലകളാണത്. അതിന് ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് നമ്മളൊരു മീറ്ററിൽ ഇത് വെച്ചിട്ടുണ്ടാവും. എത്ര ഹീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരാൾ 53 എന്ന് പറഞ്ഞാൽ ഞാനിത് ഹാൻഡിൽ ചെയ്തിരിക്കണം. അധികമായെന്നുണ്ടെങ്കിൽ ഞാൻ പറയും കം ഡൗൺ പിന്നെ അയാൾ 48 ആക്കും. അപ്പോൾ 2-3 ആൾക്കാർ കൂടിയിട്ട് ഞങ്ങൾക്ക് ഈ ലൈനിങ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മെൽറ്റ് ചെയ്യും പെയിൻറ്റിലത്. അത് പിന്നെ സ്ട്രെച്ച് ചെയ്യുന്നതില്ല, അവസാനം എങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ റെസ്റ്റോറേഷൻ. ഇപ്പോൾ ആലോചിച്ചു ആ പെയിൻറ്റിങ്ങിൻ്റെ ബാക്ക് ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. About well, of course, it is not a good photograph. Okay. Artists are known. ഈ പെയിൻറ്റിങ്ങിൻ്റെ 5% മാത്രമേ ഒറിജിനലുള്ളൂ. ഫേസ് മാത്രം ആർട്ടിസ്റ്റ് ഒറിജിനലായിട്ട്, ബാക്കിയെല്ലാം ഹെവി റീടച്ചിങ് കൊടുത്തു. അതിൻ്റെ കൈയും ക്ലോത്തുകളും. പക്ഷെ ഫേസ് മാത്രമേ ഒന്നും ചെയ്യില്ല. ബാക്കിയെല്ലാം 1 സെക്കൻഡ് ഘനത്തിൽ റീടച്ച് ചെയ്തിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് മനസ്സിലാവും ഓരോരോ സ്റ്റെപ്പ്. നെക്സ്റ്റ് അതായത് അത്ര ആ നീല കാണുന്നതൊക്കെ കീറിപ്പോയിട്ടുള്ള ക്യാൻവാസാണ്. അടുത്തടുത്ത് പകുതി ഈ റൈറ്റ് സൈഡ് ഞാൻ വാർണിഷ് റിമൂവ് ചെയ്തു. നെക്സ്റ്റ് അവിടെ എനിക്ക് സംശയം തോന്നി. അപ്പോൾ വീണ്ടും റൗണ്ട് ചെയ്തു. പിന്നെ അടുത്ത സ്ലൈഡ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിച്ചു തരാം. അതാ ഇതാണ് ഒറിജിനൽ. അപ്പം ഞാനിത് എക്സ്പോസ് ചെയ്തു. ഇതുപോലെ ഈ എല്ലാ അതിൽ 90% റീടച്ച് ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ ഒറിജിനൽ കളർ പറ്റുമെന്ന്. ഇതെന്താണ് സംഭവിക്കുന്നത്? ഒരു ആർട്ട് വർക്ക് കമ്മീഷൻ ചെയ്യാൻ കൊടുക്കും അവർ. കമ്മീഷൻ ചെയ്യുന്ന അയാൾക്ക് പൈസ അടിക്കണം എന്നുള്ളതാണ് യാതൊരു ഇതുമില്ല. ഏറ്റവും ബ്യൂട്ടിഫിക്കേഷൻ നടത്തി പൈസ കിട്ടി, അത് കിട്ടി. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് ഞങ്ങളത് വിട്ടില്ല. ഞങ്ങൾ എന്താ ആർട്ടിസ്റ്റ് ഒറിജിനൽ ചെയ്തിട്ടുണ്ട് അതുപോലെ വരുത്തും. കണ്ടില്ല? ക്ലിയർ ആവുന്നില്ലേ? അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ ഡിസൈനായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അതാണ് ഞങ്ങൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ് ഒറിജിനൽ ആർട്ടിസ്റ്റിൻ്റെ ഹാൻഡ് എവിടെ കിടക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് അത്. പിന്നെ താഴത്തേക്കൊക്കെ ഇറക്കി 90% കളറും സ്കാർപ്പിൾ ബ്ലേഡും ചില സോൾവെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്തു. ഒക്കെ എല്ലാം റിമൂവ് ചെയ്യണം. കളേഴ്സ് എല്ലാം റിമൂവ് ചെയ്ത് വിട്ടിരിക്കുക. അതാണല്ലേ
എത്ര ഓക്വേർഡ് ഉണ്ട്. ഇതൊരു ചൈൽഡിഷ് ഡ്രോയിങ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അല്ലെങ്കിൽ ഇതൊരു ചൈൽഡിഷ് ഒറിജിനൽ വരുമ്പോൾ ഭയങ്കര പവർഫുൾ ഡ്രോയിങ്, അല്ലെങ്കിൽ ഏതോ പിള്ളേർ വരച്ചതിൻ്റെ ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഇവിടെ എല്ലാം പിള്ളേർ വരച്ചതിൻ്റെ. പക്ഷെ ഒറിജിനൽ റിവ്യൂടെ ബ്രഷിൻ്റെ സ്ട്രോക്ക്, ബ്രഷിൻ്റെ ഫോഴ്സ്, അപ്പോൾ അതാണ് നമ്മൾ എക്സ്പോസ് ചെയ്ത് കാണിക്കേണ്ടത്. ഇതാണ് ഈ കൺസോളിഡേഷൻ, ഫ്ലാക്കിങ്. നമുക്ക് ഈ ചരങ്ങമൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊറ്റനാടരും. അപ്പോൾ അതിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അതിനുള്ള ഒരാളിങ്ങനെ വെച്ച് അമക്കുന്നുണ്ടല്ലേ, അപ്പോൾ പക്ഷേ 4-5 കെമിക്കൽ ഞങ്ങൾ അപ്ലൈ ചെയ്യും. ഈ പെയിൻറ്റ് ലൈനിനെ സോഫ്റ്റാക്കും. സോഫ്റ്റായിട്ട് അതിനെ കൺസോളിഡേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ ഫ്യൂച്ചറിൽ അത് വീണ്ടും തിരിച്ചു വരണം. ബാക്ക് ഇതിൽ 27 ജോൺസൺ, നമ്മൾ കൈയൊക്കെ മുറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോൺസൺ ബ്രാൻഡിന് വേണ്ടല്ലേ, അത് വെച്ചിട്ടാണ് അയാൾ പാച്ച് വർക്ക് ചെയ്യുന്നത്. ദർ ആർ 27 പാച്ച് വർക്ക് യൂസ്ഡ് ജോൺസൺ ബാൻഡ് പാച്ച് വർക്ക്. ജോൺസൻ്റെ ഇതില്ലേ, 2 ഭാഗത്തും വെച്ച് ആ വെച്ച് പാച്ച് വർക്ക് ചെയ്തു. 27 അത് റിമൂവ് ചെയ്തു. അത്രയും പാച്ച് വർക്കാണ് ആ പെയിൻറ്റിങ്ങിൻ്റെ അടിയിലെ. അപ്പം എന്ത് ചെയ്തു, ഒറിജിനൽ എല്ലാം റിമൂവ് ചെയ്തു. അപ്പം ഈ പെയിൻറ്റിങ്ങിന് എന്താണ്, ഇത് 3 പീസാണ്. ഇതിങ്ങനെ പോയിട്ട് ഒരു പീസ്, ഇത് പോയി ഇതിങ്ങനെ ഇട്ടിട്ട് വരുന്നത്. ഈ 3 പീസായിട്ടാണ് ഈ പെയിൻറ്റിങ് ഇരിക്കുന്നത്. അതിനെ ജോയിൻ ചെയ്തു. ഇപ്പം നമുക്ക് അവസാനം വന്നിട്ട് എത്ര ബ്യൂട്ടിഫുള്ളായി വന്നു. താങ്ക് യു. അപ്പം ഞാനിതൊക്കെ ചെയ്തു. ഇപ്പോൾ വിക്ടോറിയ മെമ്മോറിയൽ പെയിൻറ്റിങ് ഇത്ര അനുമതി റെസ്റ്റോർ ചെയ്തു. കവടിയാർ കൊണ്ടറ ഇത്ര റെസ്റ്റോർ ചെയ്യുക. ആർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്? വിക്ടോറിയ മെമ്മോറിയലിന് ഒരു ബെനിഫിറ്റും ഒരു പെയിൻറ്റിങ് റെസ്റ്റോർ ചെയ്താൽ കിട്ടാൻ പോകുന്നില്ല. കവടിയാർ പെയിൻറ്റിങ്ങിനും ഒരു ബെനിഫിറ്റും, ഈവൺ എനിക്കും കിട്ടാൻ പോകുന്നില്ല ഒരു ബെനിഫിറ്റ്. എല്ലാ ബെനിഫിറ്റും കിട്ടുന്ന ആർട്ടിഫാക്റ്റാണ്. ആ ആർട്ടിഫാക്റ്റ് ഇനി 300-200 കൊല്ലം ജീവിച്ചിരിക്കും. നമ്മൾ 100 കൊല്ലം കഴിഞ്ഞാൽ മരിക്കും. നമുക്ക് യാതൊരു ക്രെഡിറ്റും ഇല്ല, ഓണർക്കും ഇല്ല ക്രെഡിറ്റ്. സത്യം പറയാൻ പലർക്കും അത് പറഞ്ഞാൽ പിടിക്കില്ല, രുചിക്കില്ല. പക്ഷേ ഇറ്റ്സ് എ ഫാക്ട്. അതാണ് ഇരിക്കുന്നത്. നമ്മൾ 100 കൊല്ലം കഴിഞ്ഞ് നമ്മളൗട്ടാണ്. എനിക്ക് യാതൊരു ക്രെഡിറ്റും ഇല്ല. ഞാൻ ഇത്രയൊക്കെ ചെയ്തു. ഞാൻ 278ഓളം പെയിൻറ്റിങ് എൻ്റെ ചരിത്രത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കതിൽ യാതൊരു ക്രെഡിറ്റും ഇല്ല. പക്ഷെ അത് ദേ ആർ സേഫ്. ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല, ശരിക്കും പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല. വിക്ടോറിയ മെമ്മോറിയലും ഇല്ല, മോഡേൺ ആർട്ട് ഗാലറിക്കും ഇല്ല, തൻ്റെ പെയിൻറ്റിങ് എല്ലാം റെസ്റ്റോറൻറ്റ്. അവർ നെവർ പ്രൗഡ്. അല്ല അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ആ ആർട്ടിഫാക്റ്റിനാണ്. നമ്മളെക്കാട്ടിലും 200-300-400 കൊല്ലം അത് സർവൈവ് ചെയ്യും. അതാണ് റെസ്റ്റോറേഷൻ. ഈ ചെയ്യുന്നത് അടുത്ത ജനറേഷന് ഇന്ത്യയിൽ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് റെസ്റ്റോറേഷൻ്റെ ഒരു കൺസെപ്റ്റ്. ചെയർമാനായ ഡോക്ടർ പി.കെ. മെറ്റൽത്തരകൻ മാസ്റ്റർ, അദ്ദേഹം ആർക്കിവിസ്റ്റിൻ്റെയും ആർക്കിയോളജിയുടെയും ഒക്കെ ചെയർമാനായി ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധനായ ഹിസ്റ്റോറിയന്മാരിൽ ഒരാളാണ്. ഇന്ത്യപ്പത് വിചക്ഷണന്മാരിൽ ഒരാളാണ്. ഇവിടെ അധ്യക്ഷത വഹിച്ചു അതിന് യോഗ നടപടികൾ നിയന്ത്രിച്ച നല്ല രാമപ്രഭാഷണം നടത്തിയ മെറ്റൽത്തരകൻ സാറിന് ഔപചാരികതയുടെ പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. ഏറ്റവും പ്രധാനം രാജ്യത്തെ സൂചിപ്പിച്ചതുപോലെ തുടക്കം കുറിക്കുകയും ഒക്കെ ചെയ്ത ഈ രംഗത്ത് വളരെ പ്രഗത്ഭനായ നമ്പൂരി സാർ, ദേശീയ സാറിൻ്റെ പഠന ഓഫീസിൻ്റെ പേരിൽ ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. ഒപ്പം ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇന്നത്തേക്ക് മാത്രമുള്ളതല്ല, ഇനി വരുന്ന ഒരു തലമുറകൾക്ക് വേണ്ടിയും വരുന്ന ഇതിനു വേണ്ടിയും അതൊക്കെ എങ്ങനെ ഇത് പ്രിസർവ് ചെയ്യാമെന്നും അതിനെ ദീർഘകാലികമായിട്ട് കൊണ്ടുപോകാമെന്നതാണല്ലോ. അതിന് വളരെ ഉതകിയ ഒരുപാട് പേരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വിട്ടുപോയത് അബുജി കൺസർവേഷൻസായ അബു ജോസഫ് സാറ്, കോളേജ് അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഏറ്റുവാങ്ങാനും ഇതിൻ്റെയൊക്കെ കൈത്തിരി എടുത്ത് നാളത്തെ ലോകത്തേക്ക് വെളിച്ചം പകരാനൊക്കെ തയ്യാറായി വന്നിട്ടുള്ള നിങ്ങളെല്ലാവർക്കും ഹൃദയപൂർവ്വം കൃതജ്ഞത അറിയിക്കുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി.